Okay, dears. Good evening. Good evening, everyone. Okay, നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എന്റെ പേര് ജിതന. ഞാൻ സൈക്കോളജി കൗൺസിലർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. സൈക്കോളജി മേഖലയിൽ 2 വർഷത്തോളമായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കേട്ടോ. ഓക്കെ, എല്ലാവർക്കും കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്ക് ഇന്ററാക്ഷൻ സെഷൻ ലാസ്റ്റ് 15 മിനിറ്റ്സോ അതിൽ 20 മിനിറ്റ്സോ നമുക്ക് ഇന്ററാക്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് മെല്ലെ സെഷൻ മെല്ലെ മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ നമുക്ക് ടൈം കൺസ്യൂം ചെയ്യാതെ വരും. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാവരും കുറെ കാലമായിട്ട് ചോദിച്ച ഒരു സംഗതി ആയിരുന്നു അല്ലെ, മൂഡ് സ്വിങ്സിനെ കുറിച്ചിട്ട്. ആക്ച്വലി മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു അല്ലെ, വാട്ട് ഈസ് സ്വിങ് എന്ന് പറഞ്ഞാൽ. സ്വിങ് എന്ന് പറഞ്ഞാൽ ഊഞ്ഞാൽ അല്ലെ. അപ്പൊ മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞാലോ, മൂഡ് എന്ന് പറഞ്ഞാൽ പല പല ഫീലിങ്സും കൂട്ടിയിണക്കിയതാണ് ഇമോഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പല പല ഇമോഷൻസും കൂട്ടിയിണക്കിയത് എന്താണ്? മൂഡ്. ഓക്കെ, അല്ലെങ്കിൽ മൂഡ് എന്ന് പറയുന്നത് എന്താണ്? ഫീലിങ്സ് എന്ന് പറയുമ്പോൾ പല പല ഫീലിങ്സും കൂടി ചേർന്നതാണ് ഒരു ഇമോഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ പല പല ഇമോഷൻസും കൂടി ചേർന്നത് എന്താണ്? മൂഡ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ മൂഡ് സ്വിങ് എന്ന് പറഞ്ഞാലോ, അതായത് സ്വിങ് എന്ന് പറഞ്ഞാൽ ഊഞ്ഞാൽ അല്ലെ, ടു ആൻഡ് ഫ്രോത്ത് എന്നൊക്കെ നമ്മൾ അന്ന് എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. ഈ ടു ആൻഡ് ഫ്രോത്ത് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും അതിന്റെ ഒരു മെക്കാനിസം മൂഡുമായി റിലേറ്റ് ചെയ്തിട്ട് പറയുമ്പോൾ? അതായത് ഫ്രണ്ടിലോട്ട് പോകുമ്പോ ഒരു മൂഡാണെങ്കിൽ പിന്നിലോട്ട് പോകുമ്പോൾ വേറൊരു മൂഡായിരിക്കും. അതായത് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഒരു ഇമോഷൻ ആണെങ്കിൽ ബാക്കിലോട്ട് പോകുമ്പോൾ വേറൊരു ഇമോഷൻ. അത് സഡൻ ആയിട്ട് നമ്മുടെ മൂഡ്സ് ചേഞ്ച് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഓക്കെ, ഈ മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഈ സർട്ടൻ ചേഞ്ചസ് എങ്ങനെയാണ് ഒരാളുടെ മൈൻഡിൽ അല്ലെങ്കിൽ ഇമോഷനിൽ വരുന്നത് എന്നറിയോ? ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ് ആക്ച്വലി വരുന്നത് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അല്ലെ. ഈ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലെ. അപ്പോ ഇതില് ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവരെല്ലാവരും അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെങ്കിലും, ഞാനടക്കം ഫേസ് ചെയ്യുന്നത് അല്ലെ, സ്ത്രീകളായ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ കാര്യമാണ് അല്ലെ ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. ചില സമയത്ത് നമ്മൾ തന്നെ നമ്മളോട് പറയില്ലേ, എനിക്ക് എന്നെ തന്നെ പിടിക്കാതെ നിൽക്കുന്ന ഒരു ടൈം ആണെന്ന് പറയില്ലേ. അത്രയും പീക്കിലായിരിക്കും, എക്സ്ട്രീമിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ദേഷ്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ ആക്ച്വലി നമ്മുടെ ഉള്ളിലത്തെ വികാരം എന്ന് പറയുന്നത് ചിലപ്പോൾ സങ്കടമായിരിക്കും. പക്ഷെ അത് പുറത്തോട്ട് വരുമ്പോ എന്താണ്, വളരെ ദേഷ്യപ്പെട്ടിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ പറയുന്നുണ്ടായിരിക്കുക. ചിലപ്പോ സങ്കടമുള്ള ഒരു കാര്യമായിരിക്കണം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ, അല്ല സോറി, ചിലപ്പോ ദേഷ്യമുള്ള ഒരു കാര്യമാണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെങ്കിൽ അത് ചിലപ്പോ വരുന്നത് എങ്ങനെയായിരിക്കും, സങ്കടമായിട്ടായിരിക്കും നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. അപ്പോ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ചിലപ്പോ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതിന് നീ എന്തിനാ ഇങ്ങനെ കരഞ്ഞു പറയുന്നത്, അല്ലെങ്കിൽ നല്ലപോലെ പറഞ്ഞ പോലെ എന്ന് പറയുമ്പോ നമ്മൾ പിന്നെയും പൊട്ടിത്തെറിച്ച് എന്തൊക്കെയോ പറഞ്ഞു പോകും അല്ലെ. പിന്നെ അത് ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. ഞാൻ ഈ ഇടയ്ക്ക് ഒരു റീല് കണ്ടതാണ്, അതായത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഒരു റീല് കണ്ടതാണ്. മൂഡ് സ്വിങ്സ് ഉള്ള ഭാര്യ ഭർത്താവിന്റെ അടുത്തോട്ട് പോകുമ്പോ ഭർത്താവിന് അതിനേക്കാൾ മൂഡ് സ്വിങ്സ് ആണ്. അപ്പൊ പിന്നെ ഭാര്യ അത് സഹിച്ച് മിണ്ടാതെ ഒരു ഭാഗത്ത് ഇരിക്കുക എന്നല്ലാതെ വേറെ രക്ഷയില്ല. അങ്ങനെയല്ല കേട്ടോ ആക്ച്വലി. അതായത് നമ്മളിപ്പോ വിചാരിക്കും, അതല്ലെങ്കിൽ ചില ഹസ്ബൻഡ്സിന് ഒരു തെറ്റായ ഒരു തോട്ട് ഉണ്ട്, അതായത് പിന്നെ ഇതൊക്കെ എല്ലാ മാസം ഇങ്ങനെ വരുമോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ? അങ്ങനെയല്ല. ഓരോ പീരീഡ് ടൈമിലും അതല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഈ ഒരു മന്ത് നമുക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് വിചാരിക്കാം, ഒരു പ്രശ്നമില്ലാതെ നമ്മൾ പീരീഡ്സ് ആയി, വലിയ കുഴപ്പമില്ലാതെ അതങ്ങ് കഴിഞ്ഞു പോയി. പക്ഷെ പിറ്റേ മന്ത് എങ്ങനെയായിരിക്കണം? ഓക്കെ, കല്യാണം കഴിക്കാത്തവർക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ആദ്യം നമുക്ക് ഇന്ററാക്ഷൻ സെഷന്റെ മുന്നേ ആയിട്ട് ടൈപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് അതിനെ റിലേറ്റ് ചെയ്തിട്ട് പറയാലോ. ഓക്കെ ഫൈൻ. എന്തായാലും എനിക്ക് ആ ചോദ്യം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു കല്യാണം കഴിഞ്ഞവര് മാത്രമല്ലല്ലോ അല്ലെ, ഞങ്ങളെയും കൂടെ പരിഹരിക്കണ്ട അല്ലെ. ഓക്കെ ഓക്കെ, അപ്പൊ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഹസ്ബൻഡ്സ് പറയാൻ എന്താണ്, അങ്ങനെയൊന്നുമില്ല, അതല്ലെങ്കിൽ പിന്നെ കുറച്ചൊക്കെ നിന്റെ ആക്ടിങ് ആണെന്നൊക്കെ പറയും. ആക്ച്വലി ആക്ടിങ് ആണോ? അല്ല. നമുക്ക് തന്നെ അറിയില്ല നമ്മൾ എന്തെല്ലാം ഇമോഷൻസിലൂടെയാണ് കടന്നു പോകുന്നത്, നമുക്ക് തന്നെ അറിയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരിക്കും ഇത്.
സോറി, ഇത് ഇമോഷൻസ് എന്ന് പറയുമ്പോൾ വെറും ദേഷ്യമോ അല്ലെങ്കിൽ സാഡ്നെസ്സോ മാത്രമേ അല്ല കേട്ടോ. അവിടെ ഹാപ്പിനെസ് ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ പല രീതിക്ക് നമ്മളെ മൂഡ് സ്വിങ്സ് ഉണ്ടായിരിക്കാം. ഹാപ്പിനെസ് മാത്രം അല്ലെങ്കിൽ ദേഷ്യവും സാഡ്നെസ്സും മാത്രമല്ല, ചിലപ്പോൾ റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരൊറ്റ ടൈം ആയിരിക്കും. ആ സമയത്തായിരിക്കും നമുക്ക് പിന്നെയും വേറെ വേറെ കാര്യങ്ങൾ, ഐ മീൻ വേറെ വേറെ ഇമോഷൻസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇനി കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ ഓക്കെ, ശരിയാണ്, കല്യാണം കഴിക്കാത്തവർക്ക് ഈ ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇപ്പൊ അറിയുന്നുണ്ടായിരിക്കില്ല. ലൈക്ക് ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയുന്നുണ്ടായിരിക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും? ഫ്രണ്ട്സിന്റെ ഇടയിൽ ഒരുപാട് ക്വാറൽസ് വരും അല്ലെ, കോൺഫ്ലിക്ട് വരും അല്ലെ. ജസ്റ്റ് ഇപ്പൊ നമ്മൾ പറയും, ഞങ്ങളെ കാലത്തൊക്കെ അതിന് ഒരു ഐ മീൻ എന്താ പറയാ, ഫ്രണ്ട്സ് ഒക്കെ കൂടിയിരിക്കുമ്പോ എയറിലെ കയറ്റുക എന്നുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ. ഓക്കെ, ഈ എയറിൽ കയറ്റുക എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നല്ല മൂഡാണെങ്കിൽ നമ്മൾ അത് കേട്ടിരിക്കും അല്ലെ. അതായത് അത്രയും വേഴ്സ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ്, നമ്മൾ പീരീഡ്സ് ആയിട്ട് ഇരിക്കുകയാണ് അല്ലെങ്കിൽ പീരീഡ്സ് ആയിട്ടില്ല. അപ്പൊ അതിന്റെ എല്ലാം ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിലാണ് നമ്മുടെ ഫ്രണ്ട്സ് വന്നിട്ട് നമ്മളെ ഇപ്പത്തെ ഒരു കോമൺ ലാംഗ്വേജിൽ പറഞ്ഞ എന്താണ്, ഊക്ക് അല്ലെ. നമ്മുടെ ഊക്ക് നമ്മൾക്കെതിരെ ഊക്കുന്നതെങ്കിൽ നമ്മൾ കേട്ടിരിക്കോ? ഇല്ല എന്നാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ പറയട്ടെ. കാരണം എനിക്കൊക്കെ മൂഡ് സ്വിങ്സ് ആയ സമയത്ത്, അതല്ലെങ്കിൽ അങ്ങനെ പീരീഡ്സ് റിലേറ്റഡ് ആയിട്ട് ആ ഒരു ഡേയ്സിൽ എന്റെയൊക്കെ ഫ്രണ്ട്സ് ഊക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിട്ട് തന്നെ ഞാൻ റിയാക്ട് ചെയ്തിരുന്നു. പക്ഷെ പിന്നെ പിന്നെ അവർക്ക് മനസ്സിലായി തുടങ്ങി, ആ ഇത് ശരിയല്ല എന്ന് മനസ്സിലായപ്പോ പിന്നെ അവര് തന്നെ അത് നിയന്ത്രിച്ചു തുടങ്ങിയെന്നാണ്. ഞാൻ അപ്പോഴും നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി കൊണ്ടുവന്നത്, ഇത് എന്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമാണ്. മറ്റുള്ളവരുടെ അടുത്ത് നമ്മുടെ ഇമോഷൻസിന്റെ കീ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയായില്ല. നമ്മൾ തന്നെ നമ്മുടെ ഇമോഷൻസിന്റെ കീ നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം നമ്മുടെ സറൗണ്ടിങ്സ് എന്താണ്, നന്നായി പോകും, അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. ഓക്കെ, ഇത് ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ വളരെ കോമൺ ആണ്. പിന്നെ അവളുടെ അടുത്ത് സംസാരിക്കാൻ ചെന്ന, അല്ലെങ്കിൽ അവന്റെ അടുത്ത് സംസാരിക്കാൻ ചെന്നിട്ട് കാര്യമല്ല. അവനക്ക് എപ്പോഴും ദേഷ്യം തന്നെ, അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞ രണ്ടിന് അവ ഭയങ്കര സെൻസിറ്റീവ് ആണ്. അത് ആ ഒരു സെൻസിൽ എടുത്തില്ലെങ്കിൽ പിന്നെ എന്ത് ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ കോമൺ ആയിട്ട് ടോക്ക് ഉണ്ടായിരിക്കും. ഇത് ഫ്രണ്ട്സിന്റെ ഇടയിൽ മാത്രമല്ല കേട്ടോ. എങ്ങനെയാ നമ്മുടെ വീട്ടില് അല്ലെ, ചിലപ്പോ ഉമ്മ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അമ്മ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇന്ന് ജോലി ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മളപ്പോ ഒരു നല്ല കണ്ടീഷനിലായിരിക്കില്ല, ചെയ്യാൻ ഉദ്ദേശിച്ചതായിരിക്കും. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ചെയ്യുവോ? ഇല്ല, ഇനി എനിക്ക് വയ്യ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ഇട്ടിട്ട് പോകും. ഇതെല്ലാം നമുക്ക് ആ ഒരു ഹോർമോണൽ ഇംബാലൻസിന്റെ പ്രശ്നം കൊണ്ട് ചില സമയത്ത് വരാറുണ്ട്. ചിലത് നമ്മൾ മാറ്റിയെടുക്കേണ്ട കാര്യങ്ങളാണ്. എല്ലാം നമ്മൾ മൂഡ് സ്വിങ്സിന്റെ കേസിൽ ഇട്ട് നമ്മളെ ഈ ഒരു മൂഡ് സ്വിങ്സിനെ മാത്രമായിട്ട് പറയണ്ട. ഓക്കെ, ചിലത് നമ്മളെ എന്താ പറയാ, ചില കുരുത്തക്കേടിന്റെ ഭാഗമായിട്ടൊക്കെ പറഞ്ഞത് അനുസരിക്കാത്ത രീതി എന്നൊക്കെ പറയാം നമുക്ക്. പക്ഷെ അങ്ങനെയല്ല, ചില കേസുകള് നമ്മൾ തന്നെ അറിയില്ല നമ്മുടെ ഇമോഷൻസ് ഏത് വഴിക്കാണ് പോകുന്നതെന്ന് നമ്മളെ കയ്യിൽ കിട്ടില്ല, നമ്മളെ കൺട്രോളിലായിരിക്കില്ല നമ്മുടെ ഇമോഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ അപ്പോ ഇനിയിപ്പോ കോമൺ ആയിട്ട് നമ്മൾ പറയുന്നതാണ്, ഈ മൂഡ് സ്വിങ്സ് വെറും സ്ത്രീകളിൽ മാത്രമാണെന്നോ? അല്ല കേട്ടോ, ഡെഫിനറ്റ്ലി അല്ല. അത് ഹ്യൂമൻ ബീങ്സിന്റെ, ഇനി ആനിമൽസിന്റെ ഇടയിൽ ഉണ്ടായിരിക്കും. അത് നമ്മളിപ്പോ ഇങ്ങനെ ആനിമൽസിന്റെ ഇടയിൽ പറയുകയാണെങ്കിൽ അത് അവര് തന്നെ ചിലപ്പോ കരഞ്ഞിട്ടോ, അതല്ലെങ്കിൽ തമ്മില് എന്താ പറയാ കോൺഫ്ലിക്റ്റ് കൂടിയിട്ട്, ഐ മീൻ അവര് അടി കൂടിയിട്ടൊക്കെ ആയിട്ട് അങ്ങനെ അവര് സ്ട്രെസ് കളയാറുണ്ട്. നമ്മള് ഹ്യൂമൻ ബീങ്സ് ആയതുകൊണ്ട് നമ്മളെ എങ്ങനെയാണ് ഇതിനെ കൺട്രോൾ ചെയ്യുക? നമുക്ക് ദൈവം ഒരുപാട് ഭാഗ്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ. ആർക്കും ഇല്ലാത്ത പല പല ഭാഗ്യങ്ങളും പല ആനിമൽസിനെയും ഐ മീൻ കമ്പയർ ചെയ്യുമ്പോൾ ഹ്യൂമൻ ബീങ്സിന് ഒരുപാട് 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 ക്വാളിറ്റീസ് തന്നിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അത് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഈ ഒരു സ്ട്രെസ് മാനേജ്മെന്റിനാണെങ്കിലും ഈ ഒരു മൂഡ് സ്വിങ്സിനാണെങ്കിലും ഒക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഈ ഒരു സംഭവം നമുക്ക് കംപ്ലീറ്റ്ലി എടുത്തു കളയാൻ പറ്റില്ല. ഇനി എനിക്ക് എന്റെ മൂഡ് സ്വിങ്സ്, അതല്ലെങ്കിൽ ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്ന സംഭവം ഇനി എനിക്ക് വേണ്ട, അല്ലെങ്കിൽ എന്നെ ഇത് ഇനി അഫക്ട് ചെയ്യില്ല, അങ്ങനെ ഒരിക്കലും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. നമ്മളത് എഫക്ട് ചെയ്ത് കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മളത് കൺട്രോൾ ചെയ്ത് നിർത്തുന്ന സ്ഥലത്താണ് നമുക്ക് വിജയം ഉണ്ടായിരിക്കുക. അതല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും തോറാണ് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിയുക എന്നുള്ളതാണ് മറ്റൊരു ഫാക്ട്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണെന്നല്ലേ നമുക്ക് പറയാട്ടോ. അതായത് നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് കൺട്രോളിങ്ങിന്റെ കേസ് ആയിരുന്നു അല്ലെ. മൂഡ് സ്വിങ്സ് എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതല്ലെങ്കിൽ അതിന് മുന്നേ പറഞ്ഞത് എന്തായിരുന്നു, ഇത് സ്ത്രീകളിൽ മാത്രമാണെന്ന്. അല്ല, സ്ത്രീകളിൽ മാത്രമല്ല, ഇത് നമ്മൾക്ക് എങ്ങനെ ചെയ്യാം. ഇത് ജെൻസിന്റെ കേസിലും ഉണ്ടാവാറുണ്ട്. പക്ഷെ ജെൻസിന്റെ കേസിൽ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അവർക്ക് ചിലപ്പോ വർക്ക് പ്രഷറിന്റെ കാര്യത്തിലായിരിക്കാം, അവരത് മെയിൻലി സ്ട്രെസ്സിന്റെ ബേസിലായിരിക്കും വരിക. വർക്ക് സ്ട്രെസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ വേറെ വല്ല കാര്യങ്ങളിലൊക്കെ ആയിരിക്കും അവർക്ക് അത് മെയിനായിട്ട് എഫക്ട് ചെയ്യുക എന്നുള്ളതാണ്.
ഓക്കെ. പക്ഷേ സ്ത്രീകളുടെ കേസിൽ അങ്ങനെയല്ല അല്ലെ. സ്ത്രീകളുടെ കേസിൽ ഹോർമോണൽ ബാലൻസസ് ഒരുപാടുണ്ടെന്ന് പറയും അല്ലെ. നമ്മള് ജോസഫ് അന്നക്കുട്ടി ജോസിന്റെ ഒരു ഇന്റർവ്യൂല് ജോസഫ് അന്നക്കുട്ടി ജോസ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. അതായത് സ്ത്രീകളുടെ ഹോർമോൺസ് എന്താണ് അവരുടെ ബ്രെയിനിലെ മാരിനേറ്റ് ചെയ്യപ്പെടുകയാണ് അല്ലെ. ഹാപ്പി ഹോർമോൺസ് എന്തായിരിക്കും? ഡോപ്പമൈൻ ഉണ്ടായിരിക്കും, കോർട്ടിസോൾ ഉണ്ടായിരിക്കും. ഡോപ്പമൈൻ എന്ന് പറയുമ്പോൾ ഹാപ്പി ഹോർമോൺസ് ഒരു പ്രാവശ്യം ഒരു സൈഡിൽ ഇങ്ങനെ മാരിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് കോർട്ടിസോൾ അല്ലെ, സാഡ്നെസ് ഹോർമോൺസ്, ഇത് രണ്ടും ആങ്സൈറ്റി അത് ആ സംഭവങ്ങളെല്ലാം കൂടി ഇങ്ങനെ കൂടിക്കിടന്ന് കുഴയാണ്. ഈ കുഴഞ്ഞു പരിഞ്ഞുള്ള പരുവത്തില് ഒരു പ്രാവശ്യം ഹാപ്പി ആണെങ്കിൽ ഒരു പ്രാവശ്യം സാഡ്നെസ്, ഒരു പ്രാവശ്യം ഭയങ്കര ആണെങ്കിൽ ഒരു പ്രാവശ്യം ആങ്ഷ്യസ് ആയിരിക്കും, അതല്ലെങ്കിൽ ഡിപ്രഷൻ ആയിരിക്കും. ഇങ്ങനെ ഇതെല്ലാം കൂടിക്കുഴഞ്ഞ് സഡൻ ആയിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കും എന്നർത്ഥം. ഓക്കെ. പക്ഷെ ഇത് ജെൻസിന്റെ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് അധികം വർക്ക് സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടോ അതല്ലെങ്കിൽ അവരുടെ സോൾമേറ്റിനോടോ അതല്ലെങ്കിൽ അവർ സ്ട്രെസ് റിലീഫ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഒന്നല്ലെങ്കിൽ എക്സസൈസ് ആയിരിക്കാം, ജിം ആയിരിക്കാം, അതല്ലെങ്കിൽ അങ്ങനെ പലതും. ഐ മീൻ അവർക്ക് എൻജോയ് ഐ മീൻ സ്ട്രെസ് റിലീഫ് ആയിട്ട് തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ കുറച്ചു നേരം അവർ എൻഗേജ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് അവരുടെ പകുതി സ്ട്രെസ് കുറഞ്ഞു, അതല്ലെങ്കിൽ ആ ഒരു മൂഡ് മാറി എന്നാണ് പറയാ. നേരെ മറിച്ച് അതിപ്പോ അവര് വർക്ക് കഴിഞ്ഞ് വീട്ടിലോട്ട് വരികയാണെന്നിരിക്കട്ടെ, അപ്പൊ ആ ഒരു സമയത്ത് അവർക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ടായിട്ടാണ് വരുന്നതെങ്കിൽ അവിടുത്തെ ആ ഒരു ഇമോഷൻ വീട്ടിൽ വന്ന് കാണിക്കും എന്ന് പറയാം. അപ്പൊ നമ്മൾ ഒന്നറിയാത്ത ചിലപ്പോൾ നമ്മളടുത്തായിരിക്കും അവരത് തീർക്കുക. അത് തീർത്തു കഴിഞ്ഞാൽ അവരുടെ അത് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ അങ്ങനെയാണോ? അല്ല. നമ്മളപ്പോ എന്താണ് നമ്മളടുത്ത് നമ്മൾ ഒരാളടുത്ത് ഈ പറഞ്ഞ ഇമോഷൻസ് ദേഷ്യമായിട്ട് നമ്മൾ പ്രകടിപ്പിച്ചെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അതിന്റെ ബേസിൽ എങ്ങനെ തുടർന്നുകൊണ്ടേ പോകും. പക്ഷെ ജെൻസിന്റെ കേസിൽ ഞാൻ പറഞ്ഞത് അവരതങ്ങനെ പ്രകടിപ്പിക്കുമെങ്കിൽ അത് അങ്ങോട്ട് തീർത്തു കഴിഞ്ഞാൽ അവരുടെ അത് കഴിഞ്ഞു, പിന്നെ അവർ ഓക്കെ ആയി. ഓക്കെ. പിന്നെ അവരത് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹാപ്പിനെസ് കണ്ടെത്തുന്ന വേറെ ഏതെങ്കിലും മാർഗങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ ലൈക്ക് അവരുടെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ലൈക്ക് ജിം, അതല്ലെങ്കിൽ ഫുട്ബോള്, അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ബേസ്ഡ് ആക്ടിവിറ്റീസ് കഴിഞ്ഞ് മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ അവർക്ക് തല ഒന്ന് മസാജ് ചെയ്താലും അത് കഴിഞ്ഞു, അവരുടെ ആ ഒരു സ്ട്രെസ് റിലീഫായി. പക്ഷെ നേരെ മറിച്ച് സ്ത്രീകളുടെ കേസിൽ അങ്ങനെയല്ല. സ്ത്രീകളുടെ കേസില് കൺട്രോളിങ് എന്ന് പറയുന്നത് നമ്മളെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. നമ്മൾ അതങ്ങനെ മെല്ലെ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ അത് ശരിയാവുള്ളൂ. അത് അങ്ങനെ പൂർണ്ണമായിട്ടും നമുക്ക് എടുത്തു കളയാൻ പറ്റിയ ഒരു കാര്യവും അല്ല ഈ സഡൻ ഇമോഷൻ ചേഞ്ചസ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഡെയിലി ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലാണ് അതിലോട്ട് വരാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് വേറൊരു വാസ്തവം. അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? അപ്പൊ ഞാൻ ചെറുതായിട്ട് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ. ഞാൻ ഫോണിലാണ് എടുക്കുന്നത്, അപ്പോ നിങ്ങൾക്ക് മേ ബി ഒരു ഇൻകൺവീനിയൻസ് ഉണ്ടായേക്കാം. എന്താണ് നമുക്ക് ഒറ്റ വാക്കില് മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വന്റ് ചേഞ്ചസ് ഇൻ ഇമോഷണൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സഡൻ ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സഡൻ ആയിട്ടുള്ള ഇമോഷൻ ചേഞ്ചസ് അല്ലെ. പല വികാരങ്ങളും സഡൻ ആയിട്ട് ഇങ്ങനെ മാറിപ്പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയാ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. അതേപോലെ അത് ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് നോർമൽ ആണ് അല്ലെ. സാധാരണഗതിയിൽ അത് നോർമൽ ആണ് എന്ന് തന്നെ പറയാം. പക്ഷെ അതിന്റെ കാഠിന്യം ഇന്റൻസിറ്റിയും കൂടിക്കഴിഞ്ഞാൽ അത് ബൈപ്പോളർ ഡിസോർഡറിലേക്ക് വന്നേക്കാം. അതായത് ഒരു വ്യക്തിക്ക് രണ്ട് പേഴ്സണാലിറ്റി സ്വഭാവങ്ങൾ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ പറയുന്ന മെന്റൽ സ്റ്റേറ്റിലേക്ക് എത്തിയേക്കാം. ഓക്കെ. അതെന്ന് പറയുമ്പോ ഇപ്പൊ കണ്ട ആളായിരിക്കില്ല കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് എന്ത് ചെയ്യുക, അത് നമ്മൾ കൺട്രോൾ ചെയ്യും. നമ്മളെ കയ്യിൽ ഈ കാര്യം, ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്ന ഈ ഒരു ഇത് സഡൻ ഇമോഷൻ ചേഞ്ചസ് നമ്മുടെ കയ്യിൽ കിട്ടിയില്ല, നമ്മൾ അതിനെ കൺട്രോൾ ചെയ്ത് കൊടുന്നില്ലെങ്കിൽ ഭാവിയിൽ ഇത് കൂടി എന്തായിരിക്കും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ വരെ സംഭവിച്ചേക്കാം. ഓക്കെ. അപ്പോ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന കാര്യം കേട്ടോ. അപ്പൊ അതില് ഇറ്റ് ഈസ് നോർമൽ ടു എക്സ്പീരിയൻസ് മെനി ഡിഫറെന്റ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഇപ്പൊ ഹാപ്പിനെസ് ആണെങ്കിൽ അടുത്തത് സാഡ്നെസ്, അതല്ലെങ്കിൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യുക ആങ്സൈറ്റി, അതല്ലെങ്കിൽ എങ്കർ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മിന്നി മറിഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫ്യൂച്ചറിനെ കുറിച്ച് വെറുതെ നമ്മൾ ഇങ്ങനെ ഓവറായിട്ട് ആങ്ഷ്യസ് ആവുക, അതായത് നമുക്ക് വേണം അല്ലെ ചെറിയൊരു ആങ്സൈറ്റി, അത് പോസിറ്റീവ് ആങ്സൈറ്റി എന്നൊക്കെ പറയുന്ന പോലെ പോസിറ്റീവ് ആങ്സൈറ്റി ഉണ്ട് ഫ്യൂച്ചറിൽ, നമുക്കത് അങ്ങനെ വേണം, അത് ശരിയാവും, ഇതൊക്കെയാണ് പ്ലാന്, നടത്തണം, അങ്ങനെ നടക്കോ എന്നുള്ള ഒരു ആങ്ഷ്യസ് ആയിട്ട് നമുക്ക് മൈൻഡിൽ വരുന്നുണ്ടെങ്കിൽ അറ്റ് ദ സെയിം ടൈം നമ്മൾ എന്ത് പറയണം, നടത്തണം എന്ന് നമ്മുടെ മൈൻഡില് വേണം. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഓവർ ആയിട്ടുള്ള കൺസേൺസ്, വെറുതെ നമ്മളിങ്ങനെ നമ്മുടെ കൺസേൺ ഇല്ലാതെ, അതല്ലെങ്കിൽ നമ്മളെ എന്താ പറയാ സമ്മതം ഇല്ലാതെ പല കാര്യങ്ങളും റിലേഷൻഷിപ്പിൽ സംഭവിക്കുക എന്നൊക്കെ പറയുന്നത് എന്താണ്, അത്രയും സിവിയർ ആയിട്ട് നമുക്ക് ഉണ്ടാവുന്ന
മൂഡിന്റെ ചേഞ്ചസ് കൊണ്ട് വരുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പം കൺസേണിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ, ചില സെക്ഷൽ റിലേഷൻഷിപ്പിലൊക്കെ ഇപ്പൊ മാരീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി പറയാണ് ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ അതല്ലെങ്കിൽ അതല്ലെങ്കിൽ ബാക്കിയുള്ള ഐ മീൻ അതർ ഇമോഷൻസ് മാത്രമല്ല ഈ സെക്ഷൽ ഇൻസ്റ്റിങ്ക്റ്റിനും വളരെയധികം സ്വാധീനിക്കാറുണ്ട്. അതായത് പാർട്ട്ണർ സെക്സ് വേണമെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് തന്നെ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് തന്നെ തുറന്നു പറയാനുള്ള ഒരു റൈറ്റ് നമ്മുടെ മാരിറ്റൽ റിലേഷൻഷിപ്പിലുണ്ട്. അത് നല്ല രീതിയിൽ തുറന്നു പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. അതായത് പാർട്ട്ണർ നമ്മളെ സമീപിക്കുകയാണെങ്കിൽ നമുക്കപ്പോ ഈ പറഞ്ഞതുപോലെ ഭയങ്കര ചിലപ്പോൾ ഡിസ്കസ്റ്റിംഗ് ആയിട്ടൊക്കെ തോന്നിയേക്കാം. ഓക്കെ, അങ്ങനെ സ്റ്റാർട്ടിങ്ങിലെ ഡിസ്കസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോഴേ പാർട്ട്ണറിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് മൂഡ് സ്വിങ്സിന്റെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. അതായത് നമ്മൾ പറയാം എനിക്ക് മൂടില്ല, ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഇന്ന് തീരെ മൂടില്ല എന്നുള്ളത് നമ്മൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാല് പാർട്ട്ണർ അതെന്തായാലും ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. നമുക്ക് അതിനായിട്ടുള്ള വേറെ ക്ലാസ്സസ് വരുന്നുണ്ട്. അപ്പൊ ഇതിനായിട്ട് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അത് എന്താ പറയാ സെക്ഷൽ അതായത് ഐ മീൻസ് ഇപ്പോ നമ്മളൊരു സെക്ഷൽ റിലേഷൻഷിപ്പിന്റെ ടൈമിൽ നമ്മുടെ ഉള്ളിൽ ഒരുപാട് സെക്ഷൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം എന്താണ് നമ്മുടെ ഈ ഇംബാലൻസും നടക്കുന്നുണ്ടെന്നാണ് പറയാ. അപ്പൊ ഈ ഹോർമോണൽ ഇംബാലൻസ് വരുന്ന സമയത്ത് നമുക്ക് ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആവാൻ കഴിയില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ ലൂബ്രിക്കൻസിന്റെ പ്രശ്നങ്ങൾ വരും. അപ്പൊ അതുമായിട്ടുള്ള പെയിനും കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് അതും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലോട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പോ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആദ്യമേ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പിൽ വളരെ എസെൻഷ്യൽ ആണ്. ഒപ്പം നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ അതായത് നമുക്ക് സഡൻ ആയിട്ടുള്ള ഇമോഷൻ ചേഞ്ചസ് ഒക്കെ നമുക്ക് പീരീഡ്സിന്റെ മുന്നോടിയായിട്ടോ അതല്ലെങ്കിൽ വേറെ ഐ മീൻ PCOD റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഒരുപാട് മൂഡ് സ്വിങ്സ് എപ്പോഴും വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമില് നമുക്ക് അത്രയും പറ്റാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ നമ്മൾ പാർട്ട്ണറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്തൊക്കെയാണ് സഡൻ ഇമോഷൻസ് എന്ന് നോക്കാട്ടോ. സാഡ് ആണെങ്കിൽ അറ്റ് ദ സെയിം ടൈം ഇറിറ്റേറ്റഡ് ആയിരിക്കാം, അതല്ലെങ്കിൽ ടെൻസ്ഡ് ആയിരിക്കാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓവർ ആൻഷ്യസ് ആയിട്ടോ, അതല്ലെങ്കിൽ എന്താണ് നമുക്കൊന്നും അറിയാൻ പറ്റാതെ ഇനി എന്തായിരിക്കും എന്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും, അതല്ലെങ്കിൽ ഇത്രയും പഠിച്ചു എനിക്കൊരു ജോലിയില്ല, അതല്ലെങ്കിൽ പല കാരണങ്ങളുണ്ട് അല്ലെ, പല കാരണങ്ങൾ. ഓരോ വ്യക്തികളുടെ ലൈഫിൽ ഒരുപാട് കാരണങ്ങൾ, എല്ലാവരുടെയും സെയിം കാരണമാവുന്നില്ല. ഓരോരോ കാരണങ്ങൾ കൊണ്ട് വെറുതെ ടെൻഷൻ അടിച്ചിരിക്കുക, അതേപോലെ ഓവർ എക്സൈറ്റഡ് ആവുക, ഇതൊക്കെ ഒരു മിനിറ്റിന്റെ ഉള്ളിൽ സംഭവിച്ചു പോകുന്ന ഓരോ കാര്യങ്ങളാണ് കേട്ടോ. ചിയർഫുൾ ആയിട്ട്, അതായത് കുറച്ച് കഴിഞ്ഞാൽ നല്ല ചിയർഫുൾ ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ തോന്നും, പിന്നെ കാം ആയിട്ടിരിക്കും. ഇതെല്ലാം കൂട്ടിയിണങ്ങുന്ന വേറെ ന്യൂട്രൽ ആയിട്ട് പോകുന്ന നമ്മളും ഉണ്ടായിരിക്കും അല്ലെ. കുറച്ച് കഴിഞ്ഞാൽ പാർട്ട്ണറിന്റെ അടുത്ത് നമ്മൾ നല്ല റൊമാൻറ്റിക് ആയിട്ട് പോയിരുന്ന രണ്ട് സംസാരിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് സംസാരം ഡീവിയേറ്റ് ചെയ്താൽ സഡൻ ആയിട്ട് നമ്മൾ അങ്ങോട്ട് ചട കുടഞ്ഞെഴുന്നേൽക്കും അല്ലെ, അതായത് അത്രയും ഏങ്കർ ആയിട്ട് എഴുന്നേൽക്കും. അപ്പൊ അവര് പറയുന്നത് ഇത്ര നേരം നല്ല പോലെ ഇരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ നാഗവല്ലിയായി എന്ന് ചോദിക്കും. പക്ഷെ ഇതിനെ കുറിച്ചിട്ട് ഹസ്ബൻഡ്സ് ഒന്ന് ഇതിനെ കുറിച്ച് അലേർട്ട് ആയിരുന്നു കഴിഞ്ഞാല്, അലേർട്ട് ഇൻ ദ സെൻസ് അതായത് ഒന്നും കൂടെ അതില് അവരെ ഒന്ന് മനസ്സിലാക്കി എംപത്തറ്റിക് ആയിട്ട് അവരൊന്ന് മനസ്സിലാക്കിയാൽ പകുതി പ്രശ്നങ്ങളും അവിടെ മാറും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. ഇനി നമുക്ക് അതിനെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം, അതല്ലെങ്കിൽ കോപ്പിംഗ് മെത്തേഡ് ഉണ്ട് മൂഡ് സ്വിങ്സിനെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരുപാട് കോപ്പിംഗ് മെത്തേഡ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഒന്നാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും മൈൻഡ്ഫുൾ ആയിട്ടിരിക്കുക എന്ന് പറയും. എന്താണ് ഈ മൈൻഡ്ഫുൾ ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും, അതായത് പ്രസന്റ് ഇൻ ദ ലീവ് ഇൻ ദ പ്രസന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ പ്രസന്റ് ആയിട്ട് ഇരിക്കുക എന്ന് പറയും അല്ലെ. അതെന്താണ് പ്രസന്റ് ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാല് കഴിഞ്ഞത് കഴിഞ്ഞ് അതിനെ കുറിച്ച് ഓവർ ടെൻസ്ഡ് ആയിട്ട് ഇരിക്കാതെ, അതല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ഓവർ ആങ്ഷ്യസ് ആയിട്ട് ഇരിക്കാതെ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് പ്രസന്റ്ലി എന്താണ് നടക്കുന്നത് അതില് ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൊണ്ടുപോകുന്നതിനെയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അത് നിങ്ങളിപ്പോ ഭക്ഷണം കഴിക്കുകയാണ്, അത് ശ്രദ്ധയോടുകൂടി, അതല്ലെങ്കിൽ ഇന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്റെ ഹെൽത്തിന് അത് നല്ലതാണ് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ ഭക്ഷണം എന്താണ് അത് വളരെ ശ്രദ്ധാപൂർവം കഴിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് മൈൻഡ്ഫുൾനെസ് ഷവർ ഒക്കെ ഉണ്ട്. മൈൻഡ്ഫുൾനെസ് ഷവർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഇന്നും ബോറടിച്ച് അതല്ലെങ്കിൽ വളരെ പീക്കായിട്ട് നിൽക്കേണ്ട, നമ്മൾ ദേഷ്യവും സങ്കടമൊക്കെ വന്നിട്ട് ആകെ തന്നെ ബുദ്ധിമുട്ടിലിരിക്കുന്ന ഒരു ടൈമാണെന്ന് വെക്കാം. ആ സമയത്ത് നമ്മൾ എന്തായാലും അന്ന് ഫ്രഷ് ആയിട്ടില്ല,
അപ്പൊ നമുക്കൊന്ന് കുളിക്കാൻ തോന്നുകയാണ്. ഓക്കെ, എന്നാ എനിക്കൊന്ന് നല്ല രീതിക്ക് ഒന്ന് മൈൻഡ്ഫുൾ ആയിട്ട് എനിക്കൊന്ന് കുളിക്കണം എന്ന് തോന്നുകയാണ്. അപ്പൊ എങ്ങനെ നമ്മൾ കുളിക്കും? അതായത് നോർമലി എണ്ണ ചൂടാക്കി നമ്മളൊന്ന് ദേഹത്തൊക്കെ മസാജ് ചെയ്ത് തലയിലും സ്ട്രെസ്സൊക്കെ റിലീഫ് ചെയ്യാൻ നമുക്ക് അത്യാവശ്യം നല്ല എന്താ പറയാ റിലീഫ് കിട്ടുന്ന ഒന്നാണ്, അല്ലെങ്കിൽ റിലാക്സേഷൻ കിട്ടുന്ന ഒന്നാണ് നമ്മൾ തല മസാജ് ചെയ്യുക എന്നുള്ളത്. എല്ലാവർക്കും അറിയുന്ന കേസ് തന്നെയാണ്. എന്നിരുന്നാലും ഞാൻ പറഞ്ഞത് മാത്രം. നമ്മള് ശകലം എണ്ണൊക്കെ ചൂടാക്കി നമ്മളൊന്ന് തലയിൽ പുരട്ടി മസാജ് ചെയ്ത് നമ്മള് ഷവറിൽ കുളിക്കാൻ ശ്രമിക്കുക. അതല്ല ഇനിയിപ്പോ എന്താ പറയാ ഷവർ തന്നെ വേണമെന്നില്ല. എന്താണ് ഇനിയിപ്പോ ബക്കറ്റും വെള്ളമാണ് അങ്ങനെ കപ്പും കൊണ്ട് കുളിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയും പ്രത്യേകിച്ച് ചൂടുവെള്ളം എടുക്കാൻ ശ്രമിക്കുക. നമ്മൾ ഓവർ സ്ട്രെസ്ഡ് ആയി നമുക്ക് തോന്നുന്നുണ്ട്, അങ്ങനെയുള്ള സമയമാണെങ്കിൽ നമ്മളൊന്ന് ചൂടുവെള്ളത്തിൽ വളരെ മൈൻഡ്ഫുൾനെസ്സോടുകൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ച് കുളിക്കുക. വെറുതെ കുളിക്കാന്നല്ല, വെറുതെ വെള്ളം കോരി ഒഴിക്കാന്നല്ല ഉദ്ദേശിച്ചത്. നമ്മൾ അത്രയും ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മുടെ ഓരോ ബോഡി പാർട്സിനെയും അത്രയും നമ്മൾ എന്ത് ചെയ്യുക, അത്രയും കെയർ ചെയ്തുകൊണ്ട് നമ്മൾ കുളിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനൊരു എന്താ റിലാക്സേഷൻ അല്ലെങ്കിൽ റിലീഫ് വേറെ ഉണ്ടെന്ന് പറയാം. ഇത് ലൈഫിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ റിസൾട്ട് വളരെയധികം എഫക്റ്റീവ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അനുഭവിച്ചറിഞ്ഞത് കൊണ്ടാണ് നിങ്ങളുമായിട്ട് ഞാൻ റിലേറ്റ് ചെയ്ത് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ എന്നെയുമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം റിലേറ്റ് ചെയ്ത് പറയുന്നത്. എന്റെ ചുറ്റുപാടുള്ള സറൗണ്ടിങ്സിനെ റിലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. എന്റെ ഫ്രണ്ട്സിന്റെ അനുഭവങ്ങളാണ് പറയുന്നത്. എന്റെ ക്ലയൻസിന്റെ അനുഭവങ്ങളാണ് പറയുന്നത്. വെറുതെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഉപദേശിക്കുക എന്ന് പറയുമ്പോൾ ദർ ഈസ് നോ യൂസ് ഓഫ് ദാറ്റ്. ഓക്കെ, നമ്മൾ അനുഭവിച്ചറിഞ്ഞ സത്യങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് പറയുമ്പോൾ അവർക്ക് അതെന്താണ് അത്രയും യൂസ്ഫുൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിപ്പോ മൈൻഡ്ഫുൾ ഷവർ മാത്രമല്ല കേട്ടോ, മൈൻഡ്ഫുൾ ബാത്തിങ് മാത്രമല്ല. ഇനിയിപ്പോ ഇത് മാത്രമല്ല, നമുക്കിത് പാർലറിൽ പോയി ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. മൈൻഡ്ഫുൾ ഈറ്റിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു, മൈൻഡ്ഫുൾ സിപ്പിംഗ് ഉണ്ട്, ഒരു ഗ്ലാസ് ചായ കോഫി, ഇനിയിപ്പോ അതും വേണ്ട, ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിലും ജ്യൂസ് ആണെങ്കിലും വാട്ട് എവർ ഇറ്റ് മേ ബി, ഓക്കെ, അത് നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് കുടിക്കാൻ ശ്രമിക്കുക. അത് നല്ലൊരു ഗ്ലാസ്സിലെടുത്ത് നല്ല ഭംഗിയുള്ള ഒരു ഗ്ലാസ്സിലെടുത്ത്, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കും അല്ലെ, അമ്മമാര് ചെയ്തൊരു പരിപാടിയായിരിക്കും. നല്ല ഗ്ലാസും കാര്യങ്ങളും പ്ലേറ്റ്സും എല്ലാം എന്താണ് ഷോക്കേസിൽ എടുത്ത് വെക്കുക. അത് ഗസ്റ്റ് വരുമ്പോൾ മാത്രമേ എടുക്കുള്ളൂ. പിന്നെ അത് അവിടെ തന്നെ എടുത്ത് വെക്കുക. അവര് വന്ന് ഫുഡൊക്കെ സെർവ് ചെയ്ത് അവര് പോയി കഴിഞ്ഞാൽ കഴുകി കമിഴ്ത്തി വെച്ച് പിന്നെ പിറ്റേ ദിവസം തുടച്ച് വീണ്ടും അവിടെ തന്നെ തട്ടിൽ തന്നെ കയറ്റി വെക്കും അല്ലെ. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ, നമുക്ക് നമ്മളോട് ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന ഗ്ലാസ്സിൽ കുടിക്കണം, ഇന്ന പ്ലേറ്റിൽ കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ചെയ്യുക. അതിലൊക്കെ സെൽഫായിട്ട് എൻജോയ്മെന്റ് കണ്ടെത്തുക. നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം നമ്മളിൽ ഉള്ളിൽ എടുക്കുക എന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്ടോ. അതല്ലെങ്കിൽ സെൽഫ് ലവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ആദ്യം നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുക, അതിനുശേഷം മൈൻഡ്ഫുൾനെസ് ആയിട്ട് ഓരോ കാര്യങ്ങളും ഡെയിലി ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ പല്ല് തേക്കുന്നത് പോലും മൈൻഡ്ഫുൾ ബ്രഷിംഗ് എന്ന് പറയും. അതായത് പല്ല് തേക്കുക എന്ന കാര്യങ്ങളൊക്കെ എന്താണ് മൈൻഡ്ഫുൾനെസിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തു നോക്കൂ. വളരെയധികം റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം. ഞാൻ ഈ ബ്രഷിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരികയാണ്. നാളെ നിങ്ങൾ അല്ലെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ബ്രഷ് ചെയ്യുമ്പോൾ ഒന്ന് ചെയ്തു നോക്കൂ. അതായത് നമ്മൾ എപ്പോഴും വലത് കൈയായിട്ടാണ് ചെയ്യാറല്ലേ. ഇനിയിപ്പോ ഇടത് കൈയായിട്ട് ചെയ്യുന്ന ആൾക്കാർ, ഇടത് കൈക്കാണ് കൂടുതലും പണ്ട് മുതലേ അങ്ങനെ ശീലിച്ചവരാണെങ്കിൽ ഇടത് കൈ, ഓക്കെ, എന്തു ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഹാൻഡ് അല്ലാതെ ഓപ്പോസിറ്റ് ഹാൻഡ് ഉണ്ടല്ലോ. ഇപ്പൊ വലത് കൈയാണെങ്കിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇടത് കൈയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇടത് കൈ വെച്ചിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണെങ്കിൽ വലത് കൈയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നല്ലേ, അതായത് ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ്. മെല്ലെ ശ്രദ്ധിച്ച് ബ്രഷ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രഷ് അവിടെ ഇവിടെയൊക്കെ കുത്തി അത് ബുദ്ധിമുട്ടിലോട്ട് വരും, ബ്ലഡ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയല്ല, മെല്ലെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച്, അതൊരു മൈൻഡ്ഫുൾനെസിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ പറയുന്നത്. മൈൻഡ്ഫുൾ ബ്രഷിംഗ് എന്ന് പറയുന്നത് വളരെ മൈൻഡ്ഫുൾ ആയിട്ട്. അപ്പൊ നമുക്ക് അറിയാലേ, അതായത് ഇത് എവിടെങ്കിലും കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് എനിക്ക് വായിൽ മുറി വരും, അപ്പൊ ഫുഡ് കഴിക്കുമ്പോൾ വേദന വരും എന്നൊക്കെ അറിയാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, വളരെ ശ്രദ്ധാപൂർവ്വം അത് ചെയ്യും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടെ. അത് റിലാക്സേഷൻ, ഏറ്റവും വലിയ റിലാക്സേഷൻ മെത്തേഡിൽ ഒന്നാണ് ഈ മൈൻഡ്ഫുൾ ബ്രഷിംഗ് എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് ഹാൻഡ് ആയിട്ട് എന്ത് ചെയ്യുക, സ്ഥിരം ചെയ്യുന്ന ഹാൻഡ് മാറ്റി മറ്റു ഓപ്പോസിറ്റ് ഹാൻഡുമായിട്ട് നമ്മൾ ബ്രഷ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്. വളരെയധികം നമുക്ക് കുറച്ച് ടൈം എടുക്കും. ജോലിക്ക് പോകുന്ന സമയത്തൊന്നും ആരും ചെയ്യാൻ ശ്രമിക്കല്ല കേട്ടോ. വെറുതെ വായില് മുറിവുണ്ടാക്കി എന്നെ പറയരുത്. നിങ്ങൾ അത്രയും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ടൈം ഉള്ളപ്പോ ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം ഇന്ന് രാത്രി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇന്നിപ്പോ രാത്രി ബ്രഷ് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾക്കിപ്പോ തിരക്കിട്ട് എവിടേക്കും പോകാനില്ലല്ലോ. അപ്പൊ അത്തരം സമയത്ത് നമ്മൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ മൈൻഡ്ഫുൾ ആയിട്ട് ഓരോ കാര്യം, മൈൻഡ്ഫുൾ ഡ്രിങ്കിങ്, മൈൻഡ്ഫുൾ സിപ്പിംഗ്, അങ്ങനെ ഓരോ കാര്യങ്ങളും, മൈൻഡ്ഫുൾ റീഡിങ്, മൈൻഡ്ഫുൾ റൈറ്റിംഗ് ഒക്കെ നമ്മൾ അത്രയും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മള് പഠിക്കുന്നവരാണെങ്കിൽ കേട്ടോ, മൈൻഡ്ഫുൾ സ്റ്റഡിങ് ഉണ്ട്. അതായത് അത്രയും ശ്രദ്ധ, ഒരു ടോപ്പിക്കാണ് അതല്ലെങ്കിൽ ഒരു മൊഡ്യൂളിലെ ഒരു ചെറിയൊരു കാര്യമാണ് നമ്മൾ പഠിച്ചു നിൽക്കുക. അത് എന്താ മൈൻഡ്ഫുൾ ആയിട്ട് പഠിക്കാൻ നോക്കുക. അപ്പൊ നമ്മളുടെ തലയിൽ കയറും എന്നാ പറയാ. ഓക്കെ, അതിന് പറ്റിയ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് എപ്പോഴാണ്, മോർണിംഗിലാണെന്ന് പറയല്ലേ.
4 to 6 വരെയാണ് നമുക്ക് പഠിക്കാൻ എന്ത് കാര്യങ്ങളും ശ്രദ്ധ അത്രയും കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറയുന്നത് രാവിലെ 4 to 6 മണിക്കാണ്. ആ സമയത്തൊക്കെ നമ്മൾ പഠിക്കാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാനൊക്കെ പറ്റുന്ന ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത്, നേടിയെടുക്കുക ഇൻ ദ സെൻസ് ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുന്നതായിരിക്കാം. എന്ത് കാര്യമാണെങ്കിലും മൈൻഡ്ഫുള്ളോട് കൂടി മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലൊക്കെ അത് ദൈവം പെട്ടെന്ന് കേൾക്കുമെന്ന് പറയാം. ഓക്കെ, അതിന് പറ്റിയ ഏറ്റവും സമയം എന്ന് പറയുന്നത് രാവിലെ 4 to 6 വരെയാണെന്നും സയൻസ് തെളിയിച്ചിട്ടുണ്ട്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അല്ലെ, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതാണ് അല്ലെ, അതായത് ബ്രീത്തിങ് എക്സസൈസ് കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മള് ഇവിടെ മെഡിറ്റേഷന്റെ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. യോഗ ക്ലാസ്സസും മെഡിറ്റേഷൻ ക്ലാസ്സസും ഒക്കെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി ഇതിൽ ചേരാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞാനിവിടെ ചാറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് വരാൻ ശ്രമിക്കുക കേട്ടോ. ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ചാറ്റിൽ ഞാൻ ചാറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ കിട്ടും. ഓക്കെ, പിന്നെ ഇന്റൻഷൻ അതിനെ കുറിച്ച് ഞാൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കറക്റ്റ് പറയാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയതാണ് കേട്ടോ. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഞാൻ ഇങ്ങനെ പറഞ്ഞെന്നുള്ളൂ. നമുക്ക് ഇതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മൾ ഇന്ററാക്ഷൻ സെഷനിൽ ഒന്ന് നന്നായിട്ട് തന്നെ ഇതിനെ കുറിച്ചിട്ട് പറയാം. ഓക്കെ, തന്നെ നെക്സ്റ്റ് മെഡിറ്റേഷനിൽ തന്നെ ഒരുപാട് സമയം എടുത്ത് നമ്മൾ ചെയ്യുന്നതുണ്ട്. അതായത് ബ്രീത്തിങ് എക്സസൈസ് കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതുണ്ട്. ഓക്കെ, ബ്രീത്തിങ് എക്സസൈസിൽ നമ്മൾ കംഫർട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്തിരുന്ന് നമ്മൾ ആദ്യം ബ്രീത്തിങ് എക്സസൈസ് കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇൻഹേൽ എക്സേൽ പ്രോസസ്സ് നമ്മൾ നടത്തിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാം, അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ നമ്മൾ കണ്ണടച്ചുകൊണ്ട് ഇരിക്കുക. കണ്ണടച്ചുകൊണ്ട് അതിനുള്ള മെത്തേഡ്സ് ഉണ്ട്, അതിനുള്ള ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അറിയിക്കാം കേട്ടോ. ദെൻ നെക്സ്റ്റ് ആണ് ഇന്റൻഷണൽ ജേർണലിംഗ് എന്ന് പറഞ്ഞാല്. നമുക്കറിയാം അല്ലെ, ഇന്നത്തെ കാലത്ത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ജേർണലിംഗ് എന്ന് പറഞ്ഞാല്. അതിനു മുന്നേ ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മൾക്കൊരു എപ്പോഴും നിങ്ങളെ മനസ്സ് എന്ന് പറയുന്നത് ഒരു ബുക്ക് ആയിരിക്കണം ആക്ച്വലി. ഓക്കെ, ആ ഒരു ബുക്കിലായിരിക്കണം നിങ്ങളുടെ എല്ലാ ഇമോഷൻസും നിങ്ങൾ എഴുതാം. ഞാനിത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും എടുത്ത് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, നമുക്കിപ്പോ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോവാം. അപ്പോ ഇന്റൻഷണൽ ജേർണലിംഗ് എന്ന് പറയുമ്പോൾ ജേർണലിംഗ് ചെയ്യുക എന്ന് പറയും. പലതരം ജേർണലിംഗ് ഉണ്ട്, ബുള്ളറ്റ് ജേർണലിംഗ്, അങ്ങനെ ഒരുപാട് ജേർണലിംഗ് ഉണ്ട്. അതിപ്പോ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ ദിവസം സെൽഫ് ലവ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്രയും ഗ്രേറ്റ്ഫുൾ ആവണമെന്ന് പറയും പല കാര്യങ്ങൾക്കും. അപ്പൊ അതിന് നമ്മൾ ആദ്യമേ ചെയ്യുന്ന ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്നത്. അതായത് നമ്മൾ ഈ ലോകത്ത് എന്തിനെല്ലാം നന്ദി, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ദൈവം അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട്, അതിനെല്ലാം നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ജേർണലിംഗ് എഴുതുക, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്ന് പറയും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു സ്ലൈഡ് എടുത്തു പോയതിനു ശേഷം കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, നമുക്ക് ഈ ലോകത്ത് അതല്ലെങ്കിൽ നമുക്ക് മാത്രമായിട്ട് ദൈവം ഒരുപാട് അനുഗ്രഹിച്ചു തന്ന കഴിവുകൾ ഉണ്ടായിരിക്കും. അതിനെല്ലാം നമ്മൾ താങ്ക്ഫുൾ ആണെന്ന് അറിയിക്കുക ഇൻ ദ സെൻസ് അത് നമ്മൾ മൈൻഡിൽ നമ്മൾ എന്നും ചെയ്യാറുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നമ്മൾ അതിനെ ഓർക്കാറുണ്ടെന്ന് അറിയാം. ദാറ്റ്സ് ഫൈൻ. പക്ഷെ അതുപോലെ തന്നെ എന്തായിരിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ മനസ്സായിരിക്കണം ഒരു ബുക്ക് എന്ന് പറയുന്നത്. ഒരു ബുക്കും പെന്നും എന്തായിരിക്കണം നമ്മുടെ കൂടെ എപ്പോഴും വേണം. അതൊരു ഡയറി ആണെങ്കിൽ അത്രയും പേഴ്സണൽ ഡയറി എന്ന് പറയുന്നത് പോലെ അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതല്ല, നമുക്കൊരു ബുക്ക് ആണെങ്കിലും ആ ബുക്ക് നമ്മുടെ സ്വന്തമാണ്, ഒരാള് വായിക്കാനോ ഒന്നും പാടില്ല, നമ്മളെ മനസ്സാണ്. നമ്മുടെ മനസ്സ് നമ്മൾ പരിപൂർണമായിട്ട് വായിക്കാൻ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഐ ഡോണ്ട് തിങ്ക് സോ. ആരും കൊടുത്തിട്ടില്ല, ഞാനും കൊടുത്തിട്ടില്ല, നിങ്ങളും കൊടുത്തിട്ടില്ല, ഈ ലോകത്ത് ആരും കൊടുത്തിട്ടില്ല നമ്മുടെ മനസ്സ് മുഴുവനായിട്ട്. അങ്ങനെ മനസ്സൊക്കെ മറ്റൊരാൾക്ക് വായിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഓരോരുത്തരും ജീവിച്ചിരിക്കില്ല, ഒരിക്കലും ഇല്ല. ഇതേപോലെ സൈക്കോളജി കൗൺസിലേഴ്സും സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ഒക്കെ ഗൈഡ് ചെയ്യുള്ളൂ. സ്വയം നമ്മൾ മനസ്സിൽ തീരുമാനം എടുത്ത് നന്നാവുന്നിടത്താണ് ഓരോരുത്തരുടെയും വിജയം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ മൈൻഡ് ചേഞ്ച് ചെയ്യുന്നിടത്താണ് ഓരോരുത്തരുടെയും വിജയം എന്ന് പറയുന്നത്. അല്ലാതെ എന്നെയും കൊണ്ടൊന്ന് നോക്കി എന്റെ മനസ്സൊന്ന് വായിച്ചേ എന്ന് ചിലവർ പറയാറുണ്ട്. ഈ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ചില ആൾക്കാരെ കാണുമ്പോൾ ഒരിക്കലും ഇല്ല, ആർക്കും ഇന്ന് വരെ ദൈവം ആ ഒരു കഴിവ് കൊടുത്തിട്ടില്ല. ഓക്കെ, നമ്മൾക്കൊക്കെ ഇന്ന കാര്യങ്ങളിലൂടെ കൺട്രോൾ ചെയ്ത് ഗൈഡ് ചെയ്ത് പോകാനേ കഴിയുള്ളൂ. ബാക്കിയെല്ലാം അവരവര് വിചാരിക്കണം എന്നാ പറയാം. ഓക്കെ, അപ്പൊ ജേർണലിംഗിന്റെ കാര്യം പറഞ്ഞപ്പോ എവിടേക്കോ പോയില്ലേ. സോ ബാക്ക് ടു അവർ ടോപ്പിക്. ജേർണലിംഗ് എന്ന് പറയുമ്പോൾ ഓരോ കാര്യങ്ങളും ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ മാത്രമല്ല, അത് സെൽഫ് ലവിന്റെ കാര്യത്തിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അതല്ലാതെ തന്നെ ഇപ്പൊ
ഒരുപാട് വേറെ ജേർണലിംഗ് ഉണ്ട്. അതായത് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ജേർണലിംഗ് ആയിട്ട് എഴുതി വെക്കുക എന്ന് പറയും. അതുപോലെ തന്നെ ബാക്കി നമുക്ക് വരുന്ന ഓരോ കാര്യങ്ങളും, ഇപ്പോൾ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കുറെ കാര്യങ്ങളാണെങ്കിൽ അത് നമ്മൾ ജേർണലിംഗ് ആക്കി എഴുതി വെക്കാം. അതിനെ എങ്ങനെ മറികടക്കാൻ പറ്റുന്നു അത് നമുക്ക് ജേർണലിംഗ് ആക്കി വെക്കാം. നമ്മൾക്ക് എന്തെല്ലാം ഇമോഷൻസിലൂടെയാണ് നമ്മൾ ഒരു ഡേ കടന്നു പോകുന്നത്, അറ്റ് ദി പ്രസന്റ് മൊമെന്റ് നമ്മൾ എന്തെല്ലാം ഇമോഷൻസിലൂടെയാണ് കടന്നു പോകുന്നത്, അത് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് വെക്കാം. അതിനെ നമുക്ക് എങ്ങനെ മറികടക്കാൻ പറ്റും ത്രൂ മെഡിറ്റേഷൻ, ത്രൂ ബ്രീത്തിങ് എക്സസൈസ്. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ മൂഡിനെ ചേഞ്ച് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുള്ളതെല്ലാം നമുക്ക് ഈ ജേർണലിംഗിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഈ ഒരു കോപ്പിംഗ് മെത്തേഡ് പറഞ്ഞു പോവാം. ഓക്കെ, ദെൻ റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി. റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എക്സസൈസ് ആണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും അറിയാം, നമ്മൾ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ, ഇനി അഥവാ ചെയ്യാത്തവരാണ്, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ മാക്സിമം എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. എന്നിരുന്നാലേ നമുക്ക് എന്താണ് ഹെൽത്ത് ഒക്കെ നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ കയ്യിൽ നിൽക്കുള്ളൂ. ഓക്കെ, മെന്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആയിരിക്കും എപ്പോഴും, അതാണ് വേണ്ടത്. ഓക്കെ, ദെൻ സ്ലീപ്പ് ഹൈജീൻ. സ്ലീപ്പ് ഹൈജീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? വൃത്തിക്ക് ഉറങ്ങാൻ കഴിയുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താ? 8 മണിക്കൂർ നല്ല രീതിക്ക് തന്നെ നമുക്ക് ഉറങ്ങാൻ കഴിയുക എന്നുള്ളത് വളരെ 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 അത്രയും അനുഗ്രഹിച്ച അല്ലെങ്കിൽ ദൈവം അനുഗ്രഹിച്ചു തന്ന ഒരു കാര്യമാണെന്ന് പറയാം. അപ്പൊ അത് നമ്മൾ മാക്സിമം അങ്ങനെ തന്നെ നന്നായി ഉറങ്ങാൻ ശ്രമിക്കുക എന്നുള്ളത്. നന്നായി ഉറങ്ങുക എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡ് ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അതൊക്കെ ഈ സ്ട്രെസ്സും കാര്യങ്ങളും മൂഡ് സ്വിങ്സും ഒക്കെ വരുന്നത് എന്താണ്? നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണെന്ന് പറയാം. അപ്പൊ ഈ ഹോർമോണൽ ഇംബാലൻസ് നമുക്ക് റിലാക്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന കുറെ കോപ്പിംഗ് മെത്തേഡ്സിൽ നമ്മൾ ആദ്യമേ പറഞ്ഞ മൈൻഡ്ഫുൾനെസ്സും മെഡിറ്റേഷനും പ്രാക്ടീസ് ചെയ്താൽ തന്നെ, അതല്ലെങ്കിൽ ഫിസിക്കൽ എക്സസൈസും പ്രാക്ടീസ് ചെയ്താൽ തന്നെ എന്തായി, നമുക്ക് 8 hours സുഖമായി കിടന്ന് ഉറങ്ങാൻ പറ്റും. പക്ഷെ അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യണമെന്ന് മാത്രം. ഒരു ദിവസം 2 ദിവസം ചെയ്തതുകൊണ്ട് കാര്യമില്ല. ചിലപ്പോൾ 6 മാസം വരെ ചെയ്യണം, ചിലപ്പോൾ 1 വർഷമൊക്കെ ചെയ്താലാണ് സ്ലീപ്പ് നോർമലായി വരുള്ളൂ. പക്ഷെ ഇത് ഡെയിലി ജീവിത അവസാനം വരെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഈ മെഡിറ്റേഷനും മൈൻഡ്ഫുൾനെസ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ഡെയിലി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഉറക്കത്തിലൊക്കെ വളരെയധികം നല്ല ചേഞ്ച് വരുന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. ഓക്കെ, പ്ലസ് എന്താണ്, നമ്മുടെ ആരോഗ്യവും ശ്രദ്ധിക്കണം. എന്തെങ്കിലും മെഡിക്കേഷൻസ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അതും പ്രോപ്പർ ആയിട്ട് ചെയ്യുക. അതുപോലെ എക്സസൈസ്, ഡയറ്റ് അതെല്ലാം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് കിട്ടുന്നുള്ള കാര്യത്തിൽ 100% ഷുവർ ആണ്. ദെൻ സ്ട്രെസ് മാനേജ്മെന്റ്. സ്ട്രെസ് മാനേജ്മെന്റ് ശരിയാണല്ലേ, സ്ട്രെസ് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനുള്ള കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അതായത് നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അതായത് സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? സ്ട്രെസ്സും കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്. ഈ സ്ട്രെസ് കൺട്രോൾ ചെയ്ത് പോകാനും നമ്മൾ ജേർണലിംഗ് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ബുക്ക് നമ്മുടെ കയ്യിൽ വേണമെന്ന്. അതിൽ നമ്മൾ സ്ട്രെസ് എന്താണോ അത് എഴുതി വെക്കാൻ മാക്സിമം ശ്രമിക്കുക. അതല്ലെങ്കിൽ നമുക്ക് ചില വ്യക്തികളായിരിക്കാം അല്ലെ, ചില സിറ്റുവേഷൻസ് ആയിരിക്കാം, ചില വ്യക്തികളിൽ നിന്ന് നമുക്ക് സ്ട്രെസ് ഉണ്ടായിരിക്കും, ചില സിറ്റുവേഷൻസിൽ നിന്ന് നമുക്ക് എന്തുണ്ടായിരിക്കും, സ്ട്രെസ് ഉണ്ടായിരിക്കും. അപ്പൊ അവരെ നമ്മൾ എന്തിലാണ് ഉൾപ്പെടുത്തുക? സ്ട്രെസ്സേഴ്സിലാണ് ഉൾപ്പെടുത്തുക. സ്ട്രെസ് ഉണ്ടാക്കുന്ന ഘടകങ്ങൾ എന്താണോ അതാണ് സ്ട്രെസ്സേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ സ്ട്രെസ്സേഴ്സിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഈ ജേർണലിംഗ് പ്രോസസ്സിൽ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ കഴിയും. അതിൽ പോയിന്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ സ്ട്രെസ് ഉണ്ടാക്കുന്നത് ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുമായിട്ട് നമ്മൾ ഇടപഴകുന്നുണ്ടെങ്കിൽ ആ ഇടപഴകുന്നതിന് എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്ത് കൊണ്ടുവരിക. എപ്പോഴും കൺട്രോൾ ചെയ്യുന്ന ഐ മീൻ എപ്പോഴും നന്നായിട്ട് ഇടപഴകുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ അതിൽ മിണ്ടാണ്ട് നടന്നതിന് ശരിയാവില്ല. മിണ്ടാണ്ട് നടക്കണം എന്നല്ല പറയുന്നത്, കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാം. നമ്മൾ ഓവറായിട്ട് അവർക്ക് എല്ലാം ചെയ്തു കൊടുക്കുന്നത്, ഓവർ ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ, അത് ഒരു 100% ആണെങ്കിൽ അതിനെ ആദ്യം ഒരു 80 ആക്കുക, പിന്നെ ഒരു 70 ആക്കുക, അങ്ങനെ 50ലേക്ക് കൊണ്ടുവരാം. അപ്പൊ 50 അവർക്ക് തോന്നുമല്ല എന്താണ്, അവരെ പരിഗണിക്കുന്നില്ല എന്ന് തോന്നില്ല, അവരെ പരിഗണിക്കുന്നുണ്ട്. പക്ഷെ ബാക്കി 50 എന്താണ്, നമ്മൾ നമുക്ക് വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്റെ മെന്റൽ ഹെൽത്ത്, ഈ സ്ട്രെസ്സർ വഴി ഉണ്ടാവുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനോവിഷമം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ വ്യക്തിയെ മാറ്റി നിർത്തിയാൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് മനസ്സമാധാനം കിട്ടുമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ കംപ്ലീറ്റ്ലി ഒഴിവാക്കണം എന്നല്ല പറയുന്നത്, കൺട്രോൾ ചെയ്ത് അവരുമായിട്ടുള്ള സമ്പർക്കം ഒന്ന് കുറച്ച് കൊണ്ടുവരാം, 50% കുറക്കുക എന്നുള്ളതാണ് കേട്ടോ. അരോമ തെറാപ്പി. അരോമ തെറാപ്പി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, ഫ്രാഗ്രൻസ് അല്ലെ, ഫ്രാഗ്രൻസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ മൈൻഡ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിന്. അരോമ എന്ന് പറയുമ്പോൾ ഫ്രാഗ്രൻസ്, നല്ല സുഗന്ധം എന്നുള്ളതിന് അത്യാവശ്യം എന്തുണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാ പറയാം. അതായത് നമ്മുടെ റൂം എപ്പോഴും വെളിച്ചമുള്ളതാക്കിയെടുക്കാൻ ശ്രമിക്കാം കേട്ടോ. ഇപ്പൊ മഴയാണ്, അതിനോ അതായത് കർട്ടൻ നമുക്ക് നീക്കിയിട്ടാലും അത്യാവശ്യം വെളിച്ചം അത്യാവശ്യം കുറച്ച് നമ്മൾ, അതായത് കണ്ണ് കാണാനുള്ള ഒരു വെളിച്ചം കർട്ടനൊക്കെ നീക്കിയിട്ട് രാവിലെ തന്നെ ഒരു വെളിച്ചം മാക്സിമം രാവിലെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ എന്താണ്, നല്ല ഫ്രാഗ്രൻസ്, അതെ എയർ ഫ്രഷ്നർ ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഇതിൽ നല്ല സുഗന്ധം ഉണ്ടാക്കുന്ന, ഇപ്പൊ കാൻഡിൽസ് കിട്ടാനുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് റൂം എപ്പോഴും നമ്മൾക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട, നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതൊരു പ്ലേസ് ആണെങ്കിലും അവിടെ മാക്സിമം നല്ല
മണം കൊണ്ടുവരാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അതിപ്പോ ഒരു പൂക്കള്, നല്ല മണമുള്ള പൂക്കള് ഫ്രഷ് ആയിട്ട് നമ്മളിങ്ങനെ വെള്ളം ഒരു ബേസില് വെള്ളത്തില് ഇങ്ങനെ ഇട്ട് വെക്കുകയൊക്കെ ചെയ്യല്ലോ. അങ്ങനെയാണെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. ഇപ്പൊ ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അങ്ങനത്തെ അരോമതെറാപ്പി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ വളരെ കോമൺ ആണ്. ഐ മീൻ ഈ മാർക്കറ്റിലും എല്ലായിടത്തും ഇപ്പൊ അത് അവൈലബിൾ ആണ്. എല്ലാവർക്കും അതിനെ കുറിച്ച് ഒന്നും കൂടി കോൺഷ്യസ് ആയിരിക്കണം എല്ലാവരും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ വിഷ്വലൈസേഷൻ ടെക്നിക്ക്, അതായത് നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു വീക്ഷണം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതായത് ഇപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മള് ഇപ്പൊ ഒരാളുമായിട്ട് കോൺഫ്ലിക്റ്റിന് വന്നു. അപ്പൊ നമുക്കറിയാം നമ്മള് അത്രയും കയ്യിൽ നിന്ന് പോയി നിൽക്കുന്ന ഒരു ടൈം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചു പോകും. ആദ്യത്തെ നമ്മളാണെങ്കിൽ പൊട്ടിത്തെറിച്ചു പോകും. ഇപ്പൊ നമ്മൾ അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാം. നമുക്ക് അവിടെ ഈ പറഞ്ഞ വിഷ്വലൈസേഷൻ ടെക്നിക്ക് നമ്മുടെ മൈൻഡിൽ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അതായത് അദ്ദേഹം അങ്ങനെ അത്രയും നന്നായിട്ട് തന്നെ എന്റെ അടുത്ത് കോൺഫ്ലിക്റ്റിന് വരുന്നുണ്ട്. അത്ര വൃത്തിക്കാണ് അയാള് ഓരോ കാര്യങ്ങളും എന്നെ പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അവിടെ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ ഈ സന്ദർഭം ഒന്നും കൂടെ എന്താവും, വളരെ വേസ്റ്റ് ആവും, വളരെ ബുദ്ധിമുട്ടിലേക്ക് പോകും. മാത്രമല്ല അങ്ങനെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വാല്യൂ അല്ലേ അവിടെ നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ എനിക്ക് പറയാനുള്ളത് മാന്യമായി പറഞ്ഞ് ആ ഭാഗത്ത് നിന്ന് നീങ്ങുക എന്നുണ്ടെങ്കിൽ അവിടെ ആരാണ് ജയിച്ചത്? ഞാൻ തന്നെയാണ് ജയിച്ചതും. അതേപോലെ എന്റെ സെൽഫ് റെസ്പെക്ട് ആണ് കൂടിയതെന്നും നമുക്ക് തോന്നുന്ന ആ ഒരു ടൈം നമ്മളെ മൈൻഡിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ ഈ വിഷ്വലൈസേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് വർക്ക്ഔട്ട് ആയി എന്നാണ് അർത്ഥം കേട്ടോ. ദെൻ മിനിമൽ ടു നോ യൂസ് ഓഫ് മൈൻഡ് അലേർട്ടിംഗ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാല് ഈ ഗാഡ്ജറ്റ്സ് അല്ലെ, ഇപ്പൊ മെയിൻ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് അല്ലെ ഈ ഗാഡ്ജറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഫോണ്, ടാബ്, ലാപ്ടോപ്പ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനെ നമ്മൾ യൂസ് കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് കേട്ടോ. അതായത് ഈ ഗാഡ്ജറ്റ്സ്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന്റെ ഉപയോഗം മാക്സിമം കുറച്ചു കൊണ്ടുവരിക. ഇപ്പൊ റീലൊക്കെ നമ്മൾ കാണാൻ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് കുറെ റീല് നമ്മളെ ലൈഫുമായി റിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ഇൻസ്റ്റാഗ്രാമിന് എങ്ങനെ നമ്മളെ മനസ്സ് വായിക്കാനുള്ള കഴിവ് കിട്ടിയെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഓക്കെ, അതെന്താ, അത് വെർച്വൽ ആണ്. പക്ഷെ റിയൽ അങ്ങനെയാണോ? നമ്മൾ എത്ര നമ്മളെ ലൈഫുമായിട്ട് ഇങ്ങനെ റീല് റിലേറ്റ് ചെയ്താലും റിയല് അങ്ങനെയല്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ നമ്മൾ എന്താണ് ആ റിയലിനെ റീലാക്കാൻ ശ്രമിക്കും അല്ലെ. എന്താ ഇങ്ങനെ എന്റെ ലൈഫ് മാത്രം, ഇതിലൊക്കെ പറയുന്നത് സത്യം തന്നെയാണ്. അത് അവർ കോമൺ ആയിട്ട് അവർക്ക് ലൈക്കും റീച്ചും കിട്ടാൻ വേണ്ടി പറയുന്നതാണ് ആക്ച്വലി. പക്ഷെ അത് നമ്മളെ ലൈഫിലെല്ലാം പ്രാക്ടിക്കൽ ആക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ വിഷമങ്ങളും പ്രശ്നങ്ങളെ ഉണ്ടായിരിക്കുള്ളൂ. അത് നമ്മൾ തിരിച്ചറിയുക. അതുപോലെ തന്നെ യൂസേജ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഉറങ്ങുന്ന ടൈമിലൊക്കെ മാക്സിമം ഇത് മാറ്റി വെക്കുക. അതേപോലെ നമ്മൾ കോൺസെൻട്രേഷനോട് കൂടി എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഗാഡ്ജറ്റ്സ് മാക്സിമം മാറ്റി വെക്കുക. അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് യൂസ് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത്. ദെൻ യോഗ, നമ്മൾ നേരത്തെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞതുപോലെ തന്നെ യോഗയും നമ്മൾ എന്ത് ചെയ്യണം, ഡെയിലി ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാല് ഒരു പരിധി വരെ നമ്മുടെ മൂഡ് സ്വിങ്സും എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. സോ ബാക്ക് ടു അവർ ക്ലാസ്. എന്നെ കാണുന്നുണ്ടായിരിക്കില്ല അല്ലെ? ഓക്കെ, അപ്പൊ നമ്മളിവിടെ പറഞ്ഞു ജേർണലിങ്ങിന്റെ കാര്യം എല്ലാം പറഞ്ഞിരുന്നു അല്ലെ. ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണേ. നമ്മൾ ജേർണലിങ്ങിന്റെ കാര്യം പറഞ്ഞിരുന്നു അല്ലെ. നമ്മളൊരു ബുക്ക് എന്താക്കണം എന്ന് പറഞ്ഞു, നമ്മുടെ ആത്മാവാകി നടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ബുക്കും പെന്നും എന്താണ്, നമുക്കത് വേണം. നമ്മുടെ മനസ്സാണത്. എന്ത് ഇമോഷൻസ് വന്നാലും നമ്മൾ അതിൽ എഴുതി വെക്കാം. ഒരു വ്യക്തിയാണ്, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു വ്യക്തിയാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ വ്യക്തിനെ കുറിച്ച് കുറ്റം എഴുതി വെക്കല്ല കേട്ടോ. അതല്ലെങ്കിൽ അങ്ങനെ തെറി വിളിച്ചു വെക്കുക എന്നല്ല. എന്ത് ചെയ്യാ, വൃത്തിക്ക് തന്നെ ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഈ വ്യക്തി എനിക്ക് ഉണ്ടാക്കിയ സ്ട്രെസ് എന്ന് പറയുന്നത് ഇത് മൂലമാണ്, അതിന് കാരണമായത് എന്റെ ഈ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ എന്റെ കാര്യമായ ഇടപെടൽ ഞാൻ അവിടെ നിയന്ത്രിച്ചെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വന്നിരുന്നില്ല. അങ്ങനെ സാഹിത്യപരമായി എഴുതണമെന്നല്ല പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുന്നതാട്ടോ. ജേർണലിങ് പല രീതിക്കുണ്ട്. ചിലത് പിക്ചറൈസേഷൻ ഉണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ മൈൻഡ് അനുസരിച്ചിട്ട്. ഇതാരും വായിക്കാൻ പോകുന്നില്ല. ഇനി നിന്റെ ജേർണൽ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ആരും നോക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് ആങ്സൈറ്റി മൂഡ് സ്വിങ്സിൽ പെട്ടതാണോ? ആങ്സൈറ്റി മൂഡ് സ്വിങ്സിൽ പെട്ടതാണല്ലോ, ഞാൻ പറഞ്ഞു തരാട്ടോ. ഒരു മിനിറ്റ് കേട്ടോ. നമ്മള് ഇതില് കുറച്ച് കാര്യങ്ങളൊന്ന് പെട്ടെന്ന് റിലേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇപ്പൊ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ബാഗിൽ ഇത് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഫ്രണ്ട്സിന് മാക്സിമം കാണിക്കാതെ നോക്കുക. അല്ലെങ്കിൽ ഊക്ക് മേടിക്കാൻ തയ്യാറായിക്കോളൂ. പിന്നെ ആ ഊക്ക് മൂഡ് സ്വിങ്സ് പീരീഡ്സിന്റെ ടൈമിലോ പീരീഡ്സ് വൈകിയ ടൈമിലോ അല്ലെങ്കിൽ പീരീഡ്സ് വരാനുള്ള ഒരു ടൈമിലാണ് ഫ്രണ്ട്സ് ഇത് കണ്ട് നിങ്ങൾ ഊക്കുന്നതെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല കേട്ടോ. അതൊക്കെ നിങ്ങൾ ലോൺ റിസ്കില് ചെയ്യാം. ഓക്കെ, ഈ ഡയറി ഒക്കെ എന്ത് ചെയ്യാം, നമ്മൾ എഴുതി കീപ്പ് ചെയ്യാം. നമ്മൾ എവിടെയെങ്കിലും എടുത്തു വെക്കുക. എപ്പോഴും ബാഗിൽ സൂക്ഷിക്കണമെന്നൊന്നുമില്ല. ആരും കാണാത്തൊരു സ്ഥലത്ത് എടുത്തു വെച്ചാൽ മതി. നമ്മൾ എന്ത് എഴുതുക,
ദേഷ്യമാണെങ്കിൽ എന്താണെങ്കിലും, അതായത് ഒരാളെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ അത്രയും ക്രൂവലായിട്ട്, അല്ലെങ്കിൽ അയാളെ ഞാൻ ഇങ്ങനെ അങ്ങനൊന്നും എഴുതാനല്ല കേട്ടോ പറയുന്നത്. നല്ല വൃത്തിക്ക് തന്നെ എഴുതാൻ ശ്രമിക്കുക. അതായത് ഈ ഒരു വ്യക്തിയിൽ നിന്ന് എനിക്ക് ദേഷ്യമൊന്നുമില്ല, പക്ഷെ ഞാൻ ഈ വ്യക്തിയുമായിട്ടുള്ള ഇടപെടൽ കുറച്ചു കഴിഞ്ഞാൽ എനിക്ക് സമാധാനം കിട്ടും, അതല്ലെങ്കിൽ എന്റെ മെന്റൽ ഹെൽത്ത് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ജേർണലൈസ് ചെയ്ത് വെക്കുക. പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമുക്ക് ജേർണലിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ 15 ഡേയ്സിന്റെ ഒരു പ്രോഗ്രാം നമ്മൾ വെക്കുന്നുണ്ട്. അപ്പൊ അതിൽ ചേരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ ചാറ്റ് ബോക്സിൽ അതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞത് എന്താണ്? ആങ്സൈറ്റി അല്ലെ. ആങ്സൈറ്റിയിൽ ഡെഫിനറ്റ്ലി എന്താണ് മൂഡ് സ്വിങ്സിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഈ ആങ്സൈറ്റി കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷന് പല സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് ഉണ്ട്, സെക്കൻഡ് സ്റ്റേജ് ഉണ്ട്, തേർഡ് സ്റ്റേജ് ഉണ്ട്. ഈ തേർഡ് സ്റ്റേജ് ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് കോർട്ടിസോളിന്റെ ടാബ്ലറ്റ്, കോർട്ടിസോളിന്റെ അളവ്, ഹോർമോണൽ അളവ് നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ ടാബ്ലറ്റ് എടുക്കണം. ഈ ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടായിരിക്കുക? ഓക്കെ, ആങ്സൈറ്റി കൂടിയിരുന്നു അല്ലെ. ടാബ്ലറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉറക്കം തന്നെ ശരണം. പിന്നെ നമുക്ക് അത് നിർത്തി കഴിഞ്ഞാൽ ഉറക്കം ഉണ്ടായിരിക്കില്ല. അപ്പൊ അങ്ങനെ ബാക്കി മെഡിക്കേഷൻസിന്റെ കാര്യങ്ങളെല്ലാം ഡോക്ടേഴ്സ് പറഞ്ഞു തരും. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ആ വഴിയെ പോയപ്പോ ഒന്ന് അതേ പോയെന്ന് മാത്രം കേട്ടോ. ഓക്കെ, അപ്പൊ ആങ്സൈറ്റി എന്ന് പറയുന്നത് നല്ല ആങ്സൈറ്റി, ഫ്യൂച്ചറിനെ കുറിച്ച് നമുക്ക് ഓവർ ആങ്സൈറ്റി അല്ല പറയുന്നത്. ഇപ്പൊ ഒരു കുട്ടി അതല്ലെങ്കിൽ ഇപ്പോ പഠിച്ചുകൊണ്ടിരിക്കുക, നമ്മളാണെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുക, അപ്പൊ നമുക്ക് ഇന്നൊരു കാര്യത്തിലോട്ട് എത്തണം, അതിനുവേണ്ടി ഞാൻ ഈ കോഴ്സ് എടുത്തു. ഇപ്പൊ എന്റെ കേസ് എടുക്കാം, ഞാൻ സൈക്കോളജി ചെയ്യുന്നുണ്ട്, ഞാൻ സൈക്കോളജി പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്റെ മുന്നത്തെ ഫീൽഡ് എന്ന് പറയുന്നത് ഞാനൊരു ഇംഗ്ലീഷ് ലെക്ചറായിരുന്നു. ഞാൻ ഇംഗ്ലീഷ് ലെക്ചറായിട്ട് വർക്ക് ചെയ്ത ഒരാളായിരുന്നു. ആ ഒരു സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് എന്തോ സൈക്കോളജിയോട് ഭയങ്കരമായിട്ടുള്ള ഒരു ആത്മബന്ധം തോന്നിയ ഒരു സമയത്ത് ഞാൻ സൈക്കോളജിയുടെ കുറച്ച് കോഴ്സുകൾ, സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ അങ്ങനെ പഠിക്കാൻ തുടങ്ങി. പക്ഷെ ഇതെല്ലാം പഠിക്കുമ്പോഴും എന്റെ ഉള്ളിൽ എന്തുണ്ട്? ഞാൻ എന്താവും ഇത് എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ വിചാരിച്ച കാര്യത്തിലോട്ട് എത്താൻ കഴിയുമോ? അതിന് ഞാൻ ഇനി എത്ര സഞ്ചരിക്കണം? ഇനി എന്തെല്ലാം സർട്ടിഫിക്കേഷൻസ് ഞാൻ എടുക്കണം? അതല്ലെങ്കിൽ എവിടെയെല്ലാം ഞാൻ ഇന്റേൺസ് ചെയ്യണം? ഏതെല്ലാം മേഖലയിൽ ഞാൻ ഇന്റേൺസ് ചെയ്യണം? എന്നെല്ലാ കാര്യങ്ങളും ഞാൻ ഇങ്ങനെ ചിന്തിക്കും. ഇതെന്താണ്? ഡിപ്രഷന്റെ ഇപ്പോഴൊക്കെ പക്ഷെ മൂഡൊന്നും പഴയ പോലെയല്ല, പഠിക്കാൻ തോന്നുന്നില്ല. ശരിയാക്കാം. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഓവറായിട്ട് ചിന്തിക്കല്ല, പക്ഷെ എനിക്ക് തോന്നും ഇതെല്ലാം ഞാൻ ചിന്തിച്ചെങ്കിലേ ഇതിനെ കുറിച്ച് ഞാൻ കുറച്ചൊന്ന് ആങ്ഷ്യസ് ആണെങ്കിലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ആ ഒരു ഡ്രീം ജോബിലോട്ട് എത്താനും കഴിയുള്ളൂ എന്നുള്ളത്. അതെന്താണ്? പോസിറ്റീവാണ്. അതല്ലാതെ അയ്യോ അതിനി എന്താവും, അതല്ലെങ്കിൽ ഇനിയിപ്പോ ഇതൊക്കെ പോട്ടെ, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാള് നമുക്ക് കുറച്ചു നേരത്തിന് വിളിച്ചില്ല. അയ്യോ ഇതെന്താ വിളിച്ചിട്ടില്ലല്ലോ, അങ്ങനെയല്ലല്ലോ ഇങ്ങനെയല്ലല്ലോ, വിളിച്ചില്ല, ഇനിയിപ്പോ എന്താ ഉണ്ടായിട്ടുണ്ടായിരിക്കുക, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തൊക്കെയോ കാര്യത്തിൽ നമ്മൾ ഓവറായിട്ട് ആങ്ഷ്യസ് ആയിരുന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആങ്സൈറ്റി ആണ്, അത് മൂഡ് സ്വിങ്സിന്റെ ഭാഗം തന്നെയാണ്. ചില സമയത്ത് നമുക്ക് ആങ്സൈറ്റി ഉണ്ടായിരിക്കും, പക്ഷെ അത് കുഴപ്പമില്ല, അതൊക്കെ നടന്നു പോയിക്കണം എന്ന് നമ്മളെ മൈൻഡിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൺട്രോൾ ചെയ്ത് പോകുന്നുണ്ടെന്ന് അർത്ഥം. ഹോപ്പ് യു ഗോട്ട് മൈ പോയിന്റ്. ഓക്കെ, നമ്മൾക്ക് ആങ്സൈറ്റി ഉണ്ട്, പക്ഷെ നമുക്ക് തന്നെ അതിന്റെ പരിഹാരവും അറിയാം. ആ സമയത്ത് ഒരു മിനിറ്റ് കേട്ടോ, നമുക്ക് സംസാരിക്കാം. ആ സമയത്ത് നമുക്ക് അതിന്റെ പരിഹാരം നമുക്ക് തന്നെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെന്ന് അർത്ഥം. അതല്ലാതെ ഇതിനെ കുറിച്ച് ഓവറായിട്ട് നമ്മൾ ആങ്ഷ്യസ് ആണ്, അത് ഭയങ്കരമായിട്ട് പ്രഷർ കൂടുക, ചിലപ്പോൾ പ്രഷർ കുറയുക, അതല്ലെങ്കിൽ വിറക്കുക, എവിടെയെങ്കിലും കിടക്കാൻ തോന്നുക, കിടപ്പ് കിട്ടാത്തൊരവസ്ഥ, ഉറക്കം കിട്ടാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ഓവറായിട്ട് ആങ്സൈറ്റി ഉണ്ട്, ഒപ്പം ഹോർമോണൽ ഇംബാലൻസ്, ഈ പറഞ്ഞ മൂഡ് സ്വിങ്സും കാര്യങ്ങളും അവിടെ പീക്ക് ലെവലായിട്ട് എത്തി എന്നുണ്ട് അർത്ഥമാക്കാം. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ആ സമയത്ത് നമ്മൾ ഓവറായിട്ട്, ഇപ്പൊ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് അത്രയും പീക്കിൽ നിൽക്കുന്ന ഒരു ടൈം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതല്ലെങ്കിൽ അത് ഈ പീക്ക് ടൈം എന്ന് പറയുമ്പോൾ ഓവറായിട്ട് ഏങ്കർ ആയിട്ട് നിൽക്കുന്ന ഒരു സമയം, ദേഷ്യം പിടിച്ച് നമുക്ക് പറ്റാത്തൊരവസ്ഥ, ഓക്കെ, എന്താ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുക, അതല്ലെങ്കിൽ വിഷമം, എന്താ പറയാ, നമ്മളിങ്ങനെ പറയില്ലേ, ഇങ്ങനെ ചീറിക്കരയാൻ നമുക്ക് പറയില്ലേ, അങ്ങനെ നമുക്ക് അട്ടഹസിച്ച് കരയാൻ തോന്നുന്ന ഒരവസ്ഥ, അതല്ലെങ്കിൽ അങ്ങനെ പീക്കായിട്ട് നിൽക്കും നമ്മൾ ഏതൊരു ഇമോഷൻ ആണെങ്കിലും. ആ സമയത്ത് ഇപ്പൊ ഹാപ്പിനെസ് ആണെങ്കിലും അങ്ങനെ തന്നെ, നമുക്ക് ഓവറായിട്ട് ഹാപ്പിനെസ് വന്നിട്ട് നമുക്ക് പറയാൻ കഴിയില്ല, നമ്മൾ എന്താ ചെയ്യാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യണം? അത് മൂഡ് സ്വിങ്സിന്റെ ഭാഗമായിട്ട് വരുന്നത് തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നല്ല, ബ്രത്ത് എടുക്കുക,
3 പ്രാവശ്യം ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. ഏതൊരു ഇമോഷനും നിങ്ങൾക്ക് സഡൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മളൊരു ബ്രത്ത് എടുക്കുക എന്നുള്ളത് വളരെ എസെൻഷ്യൽ ആണ്. ഒന്നല്ല 3 ടൈം എടുക്കുക എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഓക്കെ, അതായത് ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. ഇത് നമ്മൾ 3 പ്രാവശ്യം നമ്മുടെ ഏതൊരു ഇമോഷനും, അതായത് സഡൻ ആയിട്ട് നമ്മളെ ഇമോഷൻസ് മാറി മറിയുന്നുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത്, അതായത് ഏറ്റവും കുറഞ്ഞ സമയത്ത്, ബാക്കിയെല്ലാം നമുക്ക് ചെയ്യണമെങ്കിൽ അത്രയും ശ്രദ്ധ വേണം. അതല്ലാതെ നമുക്ക് അതിനൊന്നും കോൺസെൻട്രേഷൻ കിട്ടാത്തൊരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് 3 പ്രാവശ്യം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി ആരാ ഇവിടെ നമ്മൾ ചോദിച്ചിരുന്നു അല്ലെ? ഇനി നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കാം കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ, ഞാൻ 1 ഇയർ ഡിപ്രഷന്റെ മരുന്ന് എടുത്തിരുന്നു. പക്ഷെ മൂടൊന്നും പഴയ പോലെയല്ല, മടി, പഠിക്കാൻ തോന്നുന്നില്ല. ഈ പഠിക്കാൻ തോന്നുന്നതിന് മുന്നേ കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഹലോ, യെസ്, ഓക്കെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാൻ തോന്നാത്തൊരവസ്ഥ ഒക്കെ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? ബ്രീതിങ് എക്സസൈസ് തന്നെ സ്റ്റാർട്ട് ചെയ്താൽ മതി. ബ്രീതിങ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? നമ്മൾ കണ്ണടച്ചുകൊണ്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണെന്ന് മനസ്സിൽ വിചാരിക്കുക. ഞാൻ പറഞ്ഞതുപോലെ 3 ബ്രെത്ത് എടുക്കുക, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക പഠിക്കാൻ പോകുന്നതിന്റെ മുന്നേ, അത് ഏത് സമയമാണെങ്കിലും. ഓക്കെ, പിന്നെ അത്രയും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഒരു മൊഡ്യൂളിലെ ചെറിയൊരു ടോപ്പിക് ആയാലും മതി, അതിനെ കുറിച്ച് മൈൻഡ്ഫുൾ ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അല്ലാതെ എല്ലാം കൂടി ഒരു ദിവസം നമ്മളെ കൊണ്ട് പറ്റില്ല, ആരെക്കൊണ്ടും പറ്റില്ല. ഈ പറഞ്ഞ എന്നെ കൊണ്ട് പറ്റില്ല. എന്റെ ക്ലാസ് ഒക്കെ അവിടെ എടുക്കുകയാണ്, 2-3 ദിവസത്തെ ക്ലാസ് അവിടെ എടുക്കുകയാണ്. ഇനി അത് മൈൻഡ്ഫുൾ ആയിട്ട് മനസ്സിലാക്കി ഞാനും പഠിച്ചെടുക്കണം. അപ്പൊ അതൊക്കെ എല്ലാവർക്കും തോന്നുന്ന, ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ, എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അത് എന്ത് ചെയ്യുക? നമ്മള് മാക്സിമം ചെറിയൊരു ടോപ്പിക് ആണെങ്കിലും അത് മൈൻഡ്ഫുൾ ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതിന്റെ മുന്നേ നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്തുകൊണ്ട് തന്നെ അത് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോ ഇനി നമ്മൾക്ക് ഏത് കാര്യത്തിൽ, ഇനി എവിടെയാ നിങ്ങൾക്ക് എക്സാം ആയി എല്ലാം കൂടെ പ്രശ്നമാണല്ലേ? സാരല്ല, ഈ പറഞ്ഞതൊന്ന് പ്രാക്ടിക്കൽ ആക്കി നോക്കൂ. എക്സാം ആയി എല്ലാം കൂടി ഒരു ദിവസം പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നാളെ എക്സാം ആണെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് എല്ലാം കൂടി പഠിക്കാൻ പറ്റില്ലോ? ഇല്ല. PCOD ആൻഡ് ആങ്സൈറ്റി, PCODയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഹെൽത്ത് പ്രോബ്ലംസ്, ഒരുപാട് മെഡിക്കൽ റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടേഴ്സിനോട് ഗ്രൂപ്പിൽ ചോദിച്ചോളൂ, അവർ റിപ്ലൈ തരും. ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള, മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ഞാനിപ്പോ ഇവിടെ പങ്കുവെക്കാം. ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആങ്സൈറ്റിയുടെ ഫസ്റ്റ് സ്റ്റേജ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇതേപോലെ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ കൊണ്ടുവരാം. എന്നിട്ടും നമ്മളെ കയ്യിലല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ സീക്ക് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. അവര് ചിലപ്പോ സിറ്റിംഗ് ഒക്കെ പറയും, 1-2 ആദ്യത്തെ സിറ്റിംഗ് കൊണ്ട് ചിലപ്പോൾ ഒന്നും ആവണമെന്നില്ല. 2ാമത്തെ സിറ്റിംഗ് 3ാമത്തെ സിറ്റിംഗ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനൊരു പരിഹാരം കിട്ടാറുണ്ട്. ഓക്കെ, അപ്പോ നമ്മളെ കയ്യിൽ കിട്ടുന്നില്ല കാര്യങ്ങൾ, നമ്മളെ കയ്യിൽ ഈ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്തുകൊണ്ട് നമുക്ക് എന്തില്ല, ഒരു റിലീഫ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ നമ്മൾ അപ്പൊ അവിടെ ഒരു സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടതുണ്ട്. അത് ഓഫ്ലൈൻ ആയിട്ട് എടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. ഓൺലൈൻ ആകുമ്പോൾ ഫേസ് ടു ഫേസ് ആയിട്ട് നമുക്ക് പറയുന്നതിൽ എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ നിയർ ബൈ ആയിട്ടുള്ള ഏതെങ്കിലും സൈക്കോളജിസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് നിങ്ങൾ സീക്ക് ചെയ്യുക. അതും അത്രയും ആങ്സൈറ്റി കൂടുതലാണെങ്കിൽ, ഈ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്തിട്ടും നമുക്ക് അതിനെ കുറിച്ചിട്ട് അതല്ലെങ്കിൽ ഒരു ഐഡിയ കിട്ടുന്നില്ല, എന്റെ കയ്യിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ ആങ്സൈറ്റി പല കാര്യത്തിനും നമ്മൾ ആങ്ഷ്യസ് ആണ്, പക്ഷെ അതിന്റെ സൊല്യൂഷൻ നമുക്ക് തന്നെ കാണാൻ കഴിയുന്നത്, കുഴപ്പമില്ല, അത് ശരിയായിക്കോളും. അതല്ലെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാൽ അതല്ലേ, അപ്പൊ നമുക്ക് ശരിയാക്കാം. അതല്ലാതെ ഈ പറഞ്ഞതുപോലെ ആൻസൈറ്റി കൂടി ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, പീരീഡ് ആകുന്ന ആ ടൈം പെട്ടെന്ന് ദേഷ്യം വരും, ചെയ്യാൻ തോന്നുന്നില്ല. അതേപോലെ വണ്ടി ഓടിക്കാൻ നല്ല പേടിയാണ് ആദ്യമൊക്കെ. ഓക്കെ, പറഞ്ഞുതരാട്ടോ, എനിക്ക് മെസ്സേജ് കാണുന്നില്ല. അതുപോലെ എനിക്ക് വണ്ടി ഓടിക്കാൻ നല്ല പേടിയാണ്. ആദ്യം എനിക്ക് പേടിയില്ലായിരുന്നു. ഇപ്പൊ കോൺഫിഡൻസ് കാരണം കോൺഫിഡൻസ് ഇല്ലായ്മയാണ് അല്ലെ? കോൺഫിഡൻസ് ഇല്ലായ്മ എന്ന് പറയുമ്പോ ഇപ്പൊ വണ്ടി ഓടിക്കാനൊക്കെ കോൺഫിഡൻസ് കുറഞ്ഞു വരിക എന്ന് പറയുമ്പോ
ആദ്യമൊക്കെ നന്നായി ഓടിച്ചിരുന്ന പല കാര്യങ്ങളിലും ഇൻട്രസ്റ്റ് തോന്നാതിരിക്കുക, അത് 2-3 ദിവസമല്ല കേട്ടോ, അതായത് 1 മാസം 2 മാസമൊക്കെ ആയിട്ട് നമ്മൾ ഡെയിലി ചെയ്തിരുന്ന റൂട്ടീനിലുള്ള കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യാൻ പറ്റാതെ മടി വരിക, അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു സൈക്കോളജിസ്റ്റിനെ സീക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതല്ല 2-3 ദിവസമാണ് ഈ പറഞ്ഞ ആക്ടിവിറ്റീസിലൂടെയൊക്കെ എനിക്ക് മാറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ബ്രീതിങ് എക്സസൈസ്, മെഡിറ്റേഷൻ ഒക്കെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മിറർ ആക്ടിവിറ്റിയും അങ്ങനെ കുറെ ഉണ്ട് നമ്മുടെ മെഡിറ്റേഷൻ പ്രോസസ്സിൽ വരുന്നതാണ് അതെല്ലാം. അതൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രോഗ്രാംസിൽ നമ്മൾ അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്പൊ നിങ്ങൾക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ പോയിട്ട് നോക്കിയാൽ മതി. ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അപ്പൊ അത് ലിങ്കിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ ഓക്കെ ദെൻ വേറെ എന്താ പറഞ്ഞേ, ഒരാളും കൂടെ പറഞ്ഞിരുന്നു പ്രോഗ്രാംസ് ഓൺലൈനോ. ഓഫ് കോഴ്സ് ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നത്. 15 days ആണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ ആൻസൈറ്റി, ഐ മീൻ ഈ മൂഡ് സ്വിങ്സ് കോപ്പപ്പ് ചെയ്യാനുള്ള കുറച്ച് ടെക്നിക്സ് പറഞ്ഞില്ലേ, ഇത് ഒരു ദിവസമല്ല കേട്ടോ, കുറഞ്ഞത് 21 ദിവസമെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്തെങ്കിലാണ് അത് നമ്മുടെ ഡെയിലി ലൈഫിൽ അത് പ്രാക്ടിക്കൽ ആവുള്ളൂ എന്നാ പറയാ. ബ്രീത്തിങ് എക്സസൈസ് ആണെങ്കിലും മെഡിറ്റേഷൻ പ്രോസസ് ആണെങ്കിലും ഐ മീൻ എക്സസൈസ് ആണെങ്കിലും മെഡിക്കേഷൻസ് ആണെങ്കിലും മെഡിറ്റേഷൻസ് ആണെങ്കിലും ഇതെല്ലാം നമ്മൾ 21 days. ഓക്കെ, ഐ മീൻ മരുന്നിന്റെ കോഴ്സ് അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഈ മെഡിക്കേഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഡയറ്റ് പ്ലാനും കാര്യങ്ങളെല്ലാം വരുമല്ലോ. ഇതെല്ലാം നമ്മൾ കുറഞ്ഞത് 21 ദിവസമെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നമ്മളെ ലൈഫിൽ ഈ പറഞ്ഞ മൂഡ് സ്വിങ്സിനെയും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ലിങ്ക് ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടല്ലോ, കാണാനില്ല? ഫസ്റ്റിൽ പോവും, സ്ക്രോൾ ചെയ്ത് ഫസ്റ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാം. കണ്ടോ? പ്രോക്രാസ്റ്റിനേഷൻ മാറ്റാനും ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് അതിന്റെ ക്ലാസ് പ്രത്യേകിച്ച് ഞാൻ ഇനി പ്രോക്രാസ്റ്റിനേഷന്റെ ക്ലാസ് നമുക്ക് ഇടാം. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിന് വോട്ട് ചെയ്യാനും പോളിംഗ് ഇടുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. കരയാൻ തോന്നുമ്പോ കരയണം മിസ്റ്റർ, ചിരിക്കാൻ തോന്നുമ്പോ ചിരിക്കണം. മൂഡ് സ്വിങ്സ് ഉണ്ടാവുമ്പോൾ മറ്റൊരാളെ എഫക്ട് ചെയ്യാത്ത രീതിക്ക് നമ്മൾക്ക് വരുന്ന ഇമോഷൻസിനെല്ലാം നമുക്ക് തന്നെ ചെയ്തു തീർക്കാൻ കഴിയണം. ഐ മീൻ ദേഷ്യമാണോ, നമുക്ക് മിററിന്റെ മുഖത്ത് നോക്കി നമുക്ക് ദേഷ്യം പ്രകടിപ്പിക്കാം. മറ്റൊരാളടുത്ത് ദേഷ്യം പ്രകടിപ്പിക്കുമ്പോഴല്ലേ അതിന് പ്രശ്നം വരുള്ളൂ. ഓക്കെ, അതല്ല പെട്ടെന്ന് ദേഷ്യം വരുന്ന ഓരോന്ന് വെറുതെ ഇരുന്ന് ചിന്തിച്ചു കൂട്ടുന്നു, ആകെ മൈൻഡ് ഔട്ട് ആകുന്നു. ഓക്കെ, അതൊക്കെ നമുക്ക് സാധാരണയാണ്. പക്ഷെ അതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാനും കഴിയണം. അതായത് മിററിന്റെ മുന്നിൽ നോക്കിയിട്ട് നമ്മുടെ മുഖം തന്നെ, നമ്മുടെ ദേഷ്യം തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ മിററിന്റെ മുന്നിൽ പോയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാരും കാണും, നമ്മളല്ലേ കാണുന്നു, നമ്മളല്ലേ നമുക്ക് ശരിക്കും അറിയുള്ളൂ. അപ്പൊ നമ്മുടെ ഏത് വേസ്റ്റും നമ്മൾ തന്നെ അറിഞ്ഞാൽ മതി, മറ്റുള്ളവരെ കാണിക്കണ്ട, നമ്മളെ അറിയാൻ പാടും. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഇമോഷൻസിന്റെ കീ ഒരിക്കലും മറ്റൊരാളടുത്ത് കൊടുക്കരുത്. നമ്മൾ തന്നെയാണ് നമ്മുടെ ഇമോഷൻസിന് റെസ്പോൺസിബിൾ ആവേണ്ടത്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ നമ്മുടെ ഇമോഷൻസ്, എന്ത് ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യാൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഹാപ്പിനെസ് ആയിക്കോട്ടെ, സാഡ്നെസ് ആയിക്കോട്ടെ, ദേഷ്യമായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. അതല്ലെങ്കിൽ നീ എന്നെ ഹാപ്പി ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതുകൊണ്ട് എങ്ങനെ അവരെ ഹാപ്പി ആക്കാൻ പറ്റും? നമ്മുടെ ഓപ്പോസിറ്റ് നിങ്ങൾ തന്നെ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ആളെ എങ്ങനെ നമ്മളെ ഹാപ്പി ആക്കും? അവർക്ക് ഒരിക്കലും അതിന് കഴിയില്ല. അല്ലെങ്കിൽ നമ്മളെ ഇമോഷൻസിനാണ്, നമ്മളെ മൈൻഡിന്റെ കീ ഒരിക്കലും അവരെ കയ്യിൽ കൊടുക്കരുത്. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ചാവി ഏൽപ്പിക്കുന്നത് പോലെ ആ ചാവി അവരെ കയ്യിൽ കൊടുക്കരുത്. ഫേഷ്യൽ എക്സ്പ്രഷൻ കൺട്രോൾ ആക്കാൻ പറ്റാതെ മറ്റുള്ളവരെടുത്ത് പറ്റണില്ല. ഫേഷ്യൽ എക്സ്പ്രഷൻ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ അത്യാവശ്യം സ്മൈലിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ മിറർ ആക്ടിവിറ്റിയുടെ മുന്നിൽ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്തെങ്കിൽ തന്നെ ശരിയാവുള്ളൂ. നിങ്ങൾക്ക് ഇപ്പൊ ചെറിയൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ മുഖം തന്നെയാണല്ലോ, മുഖമാണ് മനസ്സിന്റെ കണ്ണാടി എന്ന് പറയല്ലേ, അത് ശരിയാണ് കേട്ടോ. അത് പഴമക്കാർ വെറുതെ പറഞ്ഞിട്ടുള്ളതല്ല. നമ്മുടെ മനസ്സാണ് നമ്മുടെ മുഖം, അല്ലെ? അപ്പൊ നമ്മുടെ ഈ മനസ്സിനെയാണ് നമ്മൾ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞുതരാം. നമ്മുടെ ഈ മനസ്സിന് എന്താണ് നമ്മൾ മിററിലൂടെ കാണുന്നത്. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ ബാലൻസ് ചെയ്യണം? അതായത് നമ്മള് മാക്സിമം ചിരിച്ചുകൊണ്ട്, അതായത് നമ്മുടെ ഓരോ പാർട്സിനെയും നമ്മൾ, ഐ മീൻ നമ്മുടെ മുഖത്തിന്റെ ഓരോ പാർട്സിനെയും ഫീച്ചേഴ്സിനെ നമ്മൾ നന്നായിട്ട് തന്നെ ആദ്യം ഒന്ന് കണ്ണാടിയിൽ നോക്കുക. അതിന് മുന്നേ കണ്ണാടി എന്ത് ചെയ്യണം, നല്ല വൃത്തിക്ക് കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം. നമ്മളെ വീട്ടിലെ നമുക്ക് ഐ മീൻ നമ്മുടെ ഒരുങ്ങുമ്പോഴൊക്കെ നമ്മൾ നോക്കുന്ന കണ്ണാടി ഉണ്ടല്ലോ, ആ കണ്ണാടി നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം നന്നായി എപ്പോഴും അത് ഗ്രെയിൻസ് ഒന്നും ഇല്ലാതെ നല്ല രീതിക്ക് തന്നെ അത് എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. വെറ്റ് വൈപ്പ് ഒക്കെ ആയിട്ട് ഉപയോഗിച്ച്, നല്ല വെറ്റ് ക്ലോത്ത് ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ട് പിന്നെ ഡ്രൈ ക്ലോത്ത് ആയിട്ട് നമ്മൾ വീണ്ടും ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം നല്ല രീതിക്ക് തന്നെ അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ഐ മീൻ ഗ്രെയിൻസ് ഒന്നും ഇല്ലാതെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. എന്നതിന് ശേഷം നമ്മൾ നമ്മുടെ മുഖത്തിന്റെ ഓരോ ഫീച്ചേഴ്സും
മിററിന്റെ മുന്നിൽ പോയിട്ട് നോക്കാം. ഓക്കെ, മിററിന്റെ മുന്നിൽ പോയിട്ട് നമ്മുടെ മുഖം തന്നെ പ്രതിഫലിക്കുന്നത് ഒന്ന് നോക്കി നോക്കുക. അത്യാവശ്യം എല്ലാവരെയും ഹാപ്പി ആക്കി നമുക്ക് ജീവിക്കാൻ കഴിയുമോ മാം? ഇല്ല, ഡെഫിനറ്റ്ലി നോ. അവിടെ മോളെ ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഈ മിറർ വർക്ക് ഒന്ന് ഒരു ചെറിയ ടെക്നിക്ക് അല്ലേ, അത് ചോദിച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞത് മിറർ വർക്കിന്റെ കേസിൽ പറഞ്ഞത് എന്താണ്, നമ്മുടെ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ നോക്കി, നമ്മൾ മിററിൽ തന്നെ നമ്മുടെ റിഫ്ലക്ട് ചെയ്യാണല്ലേ നമ്മുടെ മുഖം. അപ്പൊ ഇതൊക്കെ ഉണ്ടായിരിക്കും, പിഗ്മെന്റേഷനും ബ്ലാക്ക് ഹെഡ്സ് എല്ലാം ഉണ്ടായിരിക്കും, അതൊന്നും നോക്കണ്ട. നമ്മൾ നമ്മുടെ മുഖത്തിന്റെ ഓരോ ഫീച്ചേഴ്സും നോക്കി ആദ്യം ദൈവത്തോടൊന്ന് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക. ഇത്രയും നല്ലൊരു ഫേസ് തന്നതിന് ദൈവത്തിന് നന്ദി എന്ന് അറിയിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഒന്ന് നന്നായിട്ട് മിററിൽ നോക്കി ചിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നന്നായി തന്നെ നമ്മൾ ചിരിക്കുക. എപ്പോഴും നമ്മൾ ചിരിച്ചുകൊണ്ടുള്ള ഒരു മുഖമായിരിക്കണം. നമുക്ക് വരും, നമുക്ക് ഡെഫിനറ്റ്ലി നമ്മുടെ മുഖത്ത് ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് മാറും. അത് ശരിയാണ്, എപ്പോഴും നമുക്ക് ചിരിച്ചിരിക്കാനൊന്നും കഴിയില്ല. പക്ഷെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. മിറർ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം മാക്സിമം നമ്മുടെ മുഖത്തിന്റെ എക്സ്പ്രഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബേസിക് ടെക്നിക്കായിട്ട് ഞാൻ പറയുന്നത്, മാക്സിമം മിററിന്റെ മുന്നിൽ പോയി നോക്കി നമ്മുടെ ഫീച്ചേഴ്സ് ഒക്കെ നോക്കി ചിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, എപ്പോഴും ചിരി എന്നുള്ളത് മുഖത്തുനിന്ന് മായ്ക്കാതിരിക്കുക. മൈൻഡ് നമുക്കല്ലേ, നമ്മുടെ മനസ്സ് നമുക്കല്ലേ അറിയുള്ളൂ. പുറമേ ചിരിച്ചാലും കുഴപ്പമില്ല, പക്ഷെ ഒരാളെ മുഷിപ്പിക്കുന്ന രീതിയിലുള്ള മുഖം മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളത് മാക്സിമം ശ്രദ്ധിക്കുക. അത് ഒരു ദിവസം കൊണ്ട് നമുക്കത് കഴിയില്ല, നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, നമ്മളൊരാള് ഇപ്പൊ അടിക്കാൻ വന്ന് അങ്ങനെയല്ല കേട്ടോ പറയാൻ. അപ്പോഴെന്താണ്, നമ്മള് മാന്യമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ദേഷ്യം പിടിച്ചിട്ടോ അലറിക്കൊണ്ടോ ഒന്നുമല്ല. ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാനുള്ള കാരണം എന്റെ കയ്യിൽ ഇന്ന തെറ്റുണ്ട്, ഓക്കെ, സെൽഫായിട്ട് അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം, നമ്മളെ കയ്യിൽ തെറ്റുണ്ട്, ശരി, ഓക്കെ ഓക്കെ, ഇനി എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കില്ല. അവിടെയാണ് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വരുന്നത്. നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ തെറ്റുകളെ ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിച്ച് മറ്റൊരാളടുത്ത് അപ്പോളജി പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, സോറി പറയാൻ, നമ്മളെ ഭാഗത്ത് തെറ്റുണ്ട്, അപ്പൊ നമ്മൾ അവരുടെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക, ആ തെറ്റ് സ്വയം മനസ്സിലാക്കി അവരുടെ അടുത്ത് സോറി പറയാൻ അപ്പോളജൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളെ വാല്യൂ കൂടുകയും ചെയ്യും, നമ്മളെ കുറിച്ച് കൂടുതൽ അറിയുകയും ചെയ്യും. ഇനി മറ്റൊരാളെ ഹാപ്പി ആക്കി നമുക്ക് ജീവിക്കാൻ കഴിയുമെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ എല്ലാരെയും ഹാപ്പി ആക്കി ജീവിച്ച നമുക്ക് ഹാപ്പി ആവാൻ എവിടെയെങ്കിലും സമയം ഉണ്ടായിരിക്കുക? അപ്പൊ നമ്മുടെ മുഖം എപ്പോഴും ഇങ്ങനെയല്ലേ ആവുള്ളൂ. അല്ലാതെ എല്ലാവരും ഹാപ്പി ആക്കിയിട്ട് നമ്മളെപ്പോഴാ ജീവിക്കുക? അല്ലെ, എല്ലാവരും ഹാപ്പി ആക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. നമ്മൾ ഹാപ്പി ആവാ. നമ്മൾ ഹാപ്പി ആവണമെങ്കിൽ എന്ത് ചെയ്യാ, നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം വേണം, സെൽഫ് ലവ് വേണം, സെൽഫ് ആക്സെപ്റ്റൻസ് വേണം, സെൽഫ് റെസ്പെക്ട് വേണം, അല്ലെ? ഇതെല്ലാം ഉണ്ടെങ്കിലാണ് നമുക്ക് നമ്മളോടുള്ള ഇഷ്ടം വരുള്ളൂ. നമ്മളടുത്ത് നമുക്ക് ഇഷ്ടം ഉണ്ടെങ്കിലാണ് നമുക്ക് നമ്മളെ ഹാപ്പി ആക്കാൻ കഴിയുള്ളൂ. ഒരു ചെറിയൊരു മിഠായി കിട്ടി, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മിഠായിയാണ്, ഓക്കെ, പണ്ടത്തെ ഒരു എക്ലയർ കിട്ടിയെന്ന് വിചാരിക്കുക, കുറെ കാലത്തിന് മുന്നേ നമ്മൾ കഴിച്ചതാണ്. അപ്പൊ പിന്നെ ഇപ്പോഴാണ് അത് വേറെ എവിടുന്നോ നമുക്ക് അങ്ങനെ നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരാൾ കൊടുന്ന് തന്നതാണെന്ന് വിചാരിക്കുക. അതിനൊരു ഹാപ്പിനെസ് ഇല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മിഠായി, അത് കഴിക്കുമ്പോ ഉണ്ടാവുന്ന ഒരു ആനന്ദം പോട്ടെ. നമുക്ക് മാസത്തിൽ സാലറി കിട്ടി, എത്ര പേര് അവരവർക്ക് വേണ്ടി അത് ചെലവാക്കിയിട്ടുണ്ട്? ഓക്കെ, ഓഫീസിലോട്ട് പോകുമ്പോ ഇടാൻ നമ്മൾ ഡ്രസ്സ് വാങ്ങും, ചെരുപ്പ് വാങ്ങും, കാര്യങ്ങളെല്ലാം വാങ്ങും. പക്ഷെ ആരെങ്കിലും അവരവരുടെ ബർത്ത്ഡേക്ക് അവരവർക്ക് തന്നെ ഒരു ഒരു പാക്കറ്റ് ഒരു കുഞ്ഞു മിഠായി വാങ്ങിയിട്ടുണ്ടോ? അഹങ്കരിച്ച് പറയല്ല കേട്ടോ മക്കളെ, അല്ലെങ്കിൽ ചേച്ചിമാരെ, അമ്മമാരെ, ഞാൻ ചെയ്യാറുണ്ട്. ഓക്കെ, എന്റെ ബർത്ത്ഡേ ഒരു ഫെബ്രുവരി 26 ആണ് എന്റെ ബർത്ത്ഡേ എങ്കിൽ ഞാന് എല്ലാ ഫെബ്രുവരി 26 ഈ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്തത് മുതല് ഫെബ്രുവരി 26 എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഫെബ്രുവരി 25 11:59 ആവുമ്പോ ഞാൻ ഒരു മിഠായി എടുത്ത് വെക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട മിഠായി ഞാൻ പോയി വാങ്ങും, ഞാൻ എനിക്ക് തന്നെ കൊടുക്കും. അത് വിചാരിച്ച് എല്ലാവരും അങ്ങനെ മിഠായി വാങ്ങി കഴിക്കണം എന്നല്ല കേട്ടോ. ഇതില് കുറെ പേഷ്യൻസ്, നമ്മള് PCOD റിലേറ്റഡ് ആയിട്ടുള്ള ക്ലയൻസ് ഉണ്ടെന്ന് അറിയാം. പക്ഷെ അങ്ങനെയല്ല, അവരവർക്ക് സന്തോഷം, എനിക്ക് എന്ത് കഴിച്ചാലാണോ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താലാണോ എനിക്ക് സന്തോഷമാവുന്നത് എന്ന് നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ് സെൽഫ് റെക്കഗ്നൈസ്, ഓക്കെ, സെൽഫ് റെക്കഗ്നീഷൻ ഉണ്ടെങ്കിൽ അത് ഇനിയിപ്പോ നമുക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് വാങ്ങേണ്ടത്, ഇനിയിപ്പോ മാസം സാലറി ഇല്ലാത്തവർ അല്ലെങ്കിൽ ജോലി ഇല്ലാത്തവർ എന്തോ ആയിക്കോട്ടെ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം വീട്ടിലുണ്ടാക്കി കഴിച്ചൂടെ? അവരെന്ത് പറയും അല്ലെ? എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരെന്ത് പറയും? അല്ലെങ്കിൽ അവരിപ്പോ എന്താ ചോദിക്കുക, എന്തിനാ ഉണ്ടാക്കി, എന്തിനപ്പോ അത് ഇത്രയും സാധനങ്ങൾ അവിടെ വേസ്റ്റ് ആക്കിയത്? അങ്ങനെയൊന്നുമില്ല. നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി എന്താണോ
അത് നമ്മൾ എടുത്ത് ഉണ്ടാക്കി, അവിടെ വേറെ ആരും കഴിക്കില്ല, വേണ്ട ഞാൻ കഴിക്കും, എനിക്ക് വേണം, ഞാൻ കഴിക്കാം, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോ ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമുക്കൊരു 10 മിനിറ്റ് കൂടെ നമുക്ക് ടൈം ഉണ്ട്. 9:30 ആയിരുന്നു, എന്നാലും ഞാനൊരു 10 മിനിറ്റ് തരാം. ഐ തിങ്ക് ഇമോഷൻസ് എങ്ങനെ കൺട്രോൾ ചെയ്യാം, ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ ബ്രീത്തിങ് എക്സസൈസ് ആണ് ഏറ്റവും നല്ല മാർഗം എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, നമുക്ക് അത്രയും, ഇനിയിപ്പോ ഒരു വേസ്റ്റ് സിറ്റുവേഷൻ ആണ്, അതായത് നമ്മളടുത്ത് നമ്മൾ ഒരു ഇതിലേക്കും പോയിട്ടില്ല, അത്രയും നമുക്ക് പീരീഡ്സ് റിലേറ്റഡ് ആയിട്ട്, പീരീഡ്സ് വൈകിട്ടോ അതല്ലെങ്കിൽ 28 ഡേയ്സിൽ നിന്ന് ചിലപ്പോ 2 ദിവസം അങ്ങോട്ട് മാറിയാലോ അല്ലെങ്കിൽ ഇങ്ങോട്ട് മാറിയാലോ ഒക്കെ വെറുതെ ആങ്ഷ്യസ് ആവുന്ന ആൾക്കാരുണ്ടായിരിക്കും. പീരിയഡ് സൈക്കിൾ 28 ഡേയ്സ് ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിൽ നിന്നൊരു 2 ദിവസം 3 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ അതൊക്കെ നോർമൽ ആണ് കേട്ടോ. അതിനൊന്നും വലിയ ആൻസൈറ്റി നമ്മൾ വെച്ച് പൊറപ്പിക്കേണ്ട കാര്യമല്ല, അതൊക്കെ നോർമൽ ആണ്. ഓക്കെ, 2-3 മാസമൊക്കെ വൈകുമ്പോഴാണ് അതൊക്കെ അത്രയും ബുദ്ധിമുട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതൊന്നും ഇനി എന്തെങ്കിലും മെഡിക്കേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ ഡോക്ടേഴ്സിന്റെ അടുത്ത് ചോദിക്കുക. ഞാൻ കോമൺ ആയിട്ട് എല്ലാ സ്ത്രീകളും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്നുള്ള നിലയ്ക്കാണ് ഇത്രയും പറഞ്ഞത് കേട്ടോ. സെൽഫ് കോൺഫിഡൻസ് കിട്ടാൻ നമ്മൾ മിറർ വർക്കാണ് ഏറ്റവും വലിയ വഴി എന്ന് പറയുന്നത് കേട്ടോ. മിററിൽ നോക്കി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്, എന്ത് കാര്യം നമ്മൾ ഒന്നുമില്ലെങ്കിൽ നമ്മളെ മിററിൽ എന്നും നോക്കിയിട്ട് ഇനി ഒന്നും വേണ്ട, നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ജസ്റ്റ് മിററിൽ നോക്കി ഒന്ന് ചിരിക്കുക, യു ആർ സൂപ്പർ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, യു ആർ ഓസം, നീ സൂപ്പർ ആണ്, അല്ലെങ്കിൽ നീ അടിപൊളിയാണ്, നിന്നെ കൊണ്ട് പറ്റും എന്ന് എന്നും മിററിൽ നോക്കി പ്രാക്ടീസ് ചെയ്യുക, ഒന്ന് ചിരിക്കുക, എത്ര മതി. നമ്മൾ അതായത് മുഖമൊക്കെ കഴുകി, അപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മളെ കാണാൻ തന്നെ നല്ലൊരു, വരുമ്പോഴുള്ള എഴുന്നേറ്റ് കഴിഞ്ഞാലുള്ള മുടിയും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഞാൻ പറയണത്, പക്ഷെ നമ്മൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മളെ കാണാൻ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരിക്കും. ആരുമില്ല, നമ്മൾ തന്നെ നമ്മൾ പറയാം, ബ്രഷ് ചെയ്ത് അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ എല്ലാ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ മിററിന്റെ മുന്നിൽ ബ്രഷ് ഒക്കെ ചെയ്തിട്ട് നിൽക്കുമ്പോൾ, കാരണം നമ്മൾ ഒരു മേക്കപ്പ് ഇടുന്നില്ല, ഒന്നുമില്ല, നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയാണ് അല്ലെ, ഫേസ് നല്ല റിലാക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മിററിൽ നോക്കുന്നത്. ഫേസിന് റിലാക്സേഷൻ ഉണ്ടെങ്കിൽ തന്നെ അവിടെ എന്തായി, നമ്മള് സ്കിന്നൊക്കെ ബ്ലഷ് ആയിട്ടുണ്ടാവും എന്ന് പറയാം. ഓക്കെ, അപ്പൊ ആ ഒരു ടൈമിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബ്രഷ് ഒക്കെ ചെയ്തതിന് ശേഷം, ബ്രഷ് ഒക്കെ നമ്മൾ കഴുകിനെ കുടയുന്ന ഒരു ടൈമിൽ നമ്മൾ ഒന്ന് കണ്ണാടിയിൽ നോക്കുക. ഈ ആൾക്കാർ പിന്നെ ആങ്ഷ്യസ് ആവുന്നത് എന്താ ചെയ്യാം, ഒരു മിനിറ്റ് പറഞ്ഞുതരാം കേട്ടാ. ഓക്കെ, ഇനി എല്ലാത്തിനും കൂടിയിട്ട് കുറച്ച് നമ്മൾ അങ്ങനെ കൂടുതൽ എല്ലാത്തിനും കൂടിയിട്ട് ആൻസർ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോ എന്ത് ചെയ്യാ, നമ്മൾ ആ ബ്രഷ് ഒക്കെ കഴുകിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് മുഖം നോക്കി ഒന്ന് ചിരിക്കാം. ഒന്ന് ചിരിച്ചിട്ട് നീ സൂപ്പറാ, നിന്നെക്കൊണ്ട് പറ്റും, നിന്നെക്കൊണ്ട് പറ്റുന്നതല്ലേ നീ ചെയ്യുന്നുള്ളൂ, അത് മതി എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് നമ്മളെ തന്നെ സെൽഫായിട്ട് രാവിലെ മോട്ടിവേറ്റ് ചെയ്യാം കേട്ടോ. ഏറ്റവും നല്ലതാ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ബേസിക് ആയിട്ടുള്ള കാര്യം, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി ആരാ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ഒരു മിനിറ്റ് കേട്ടോ. ഈ ആൾക്കാരെ മുന്നിൽ നിൽക്കുമ്പോൾ ആങ്ഷ്യസ് ആവാൻ എന്താ, ആൾക്കാരെ മുന്നിൽ നിൽക്കുമ്പോൾ ആങ്ഷ്യസ് ആവണേന് എന്താ ചെയ്യാ, ഈവൻ നെക്സ്റ്റ് ബുക്ക് വായിക്കണേന്റെ ആണ് ക്ലാസ്സിലാകുമ്പോഴേ ടെൻഷൻ ആവും. ഈ ബുക്ക് വായിക്കുമ്പോ ഉണ്ടാവുന്ന അതൊക്കെ ടെൻഷൻ അല്ല, അതൊക്കെ ഒരു നോർമലാണ്. അതൊക്കെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ എഴുതിയ ആള് ചെറിയൊരു കുട്ടിയാണെന്ന് തോന്നുന്നു. ഐ മീൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോളാണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ ശരിയാവണം. ഇപ്പോ ഞാനൊക്കെ പണ്ട് ക്ലാസ്സില് ഇതേപോലെ ബുക്സ് ഒക്കെ വായിക്കുമ്പോ അവിടെ ഞങ്ങള് കുറച്ചു കാലം സെപ്പറേറ്റ് ആയിരുന്നു, ബോയ്സ് ആൻഡ് ഗേൾസ് സെപ്പറേറ്റ് ആയിരുന്നു. പിന്നെ +2 ആയപ്പോ മിക്സ്ഡ് ആയി. അപ്പൊ അവിടെ ചെന്നിട്ട് സംസാരിക്കുമ്പോ അയ്യോ ഞാൻ വായിക്കുന്നത് തെറ്റോ, അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര വിറയല് വരുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്ന ആളായിരുന്നു. പക്ഷെ ഇതൊക്കെ നമ്മള് ബുക്ക് വായിക്കാൻ പഠിച്ചാൽ മതി. ഓക്കെ, അങ്ങനെയല്ല, നമുക്ക് എല്ലാവർക്കും ഒരേപോലെ നമുക്ക് ഐ മീൻ കോൺഫിഡൻസ് കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ല. അതൊക്കെ നമ്മളിങ്ങനെ എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്തെടുക്കുന്നതാ, വായിച്ച് അതല്ലെങ്കിൽ ക്രൗഡിനെ ഫേസ് ചെയ്ത്, സ്റ്റേജ് ഫിയർ ഒക്കെ ഫേസ് ചെയ്ത് ഇല്ലാണ്ടാവേണ്ടതാ. ഓക്കെ, ഇപ്പോഴും വലിയൊരു ക്രൗഡിനെ ഫേസ് ചെയ്യാൻ പറഞ്ഞ ഏതൊരാൾക്കും ചെറിയ രീതിയിലൊക്കെ ഇതുണ്ടായിരിക്കും, സ്റ്റേജ് ഫിയർ ഉണ്ടായിരിക്കും. പക്ഷെ അത് നമ്മൾ എന്താണ്, പ്രാക്ടീസ് ചെയ്ത് തന്നെ ശരിയാവണം. ഓക്കെ, അങ്ങനെ ക്രൗഡിനെ ഫേസ് ചെയ്ത് കൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാക്കി എടുക്കണം. ഇനി ബുക്ക് വായിക്കുന്നതിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് കേട്ടോ. മാക്സിമം നമ്മൾ റീഡിങ് ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക. ഇപ്പൊ റീഡിങ് ഹാബിറ്റ് ഇല്ലാത്ത ഒരാളാണെന്ന് ഇരിക്കട്ടെ, ബുക്കൊന്നും വായിക്കാത്ത ഒരാളാണ്, ബുക്ക് വായിക്കാത്തൊരു കൂട്ടത്തിലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ചെറിയ ആർട്ടിക്കിൾസ് ഫോണിൽ വായിക്കാതെ എന്ത് ചെയ്യുക, ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ
നമ്മുടെ പത്രത്തിൽ തന്നെ ഉണ്ടായിരിക്കും അല്ലെ, എഡിറ്റോറിയലിന്റെ ആ ഒരു പേജിലൊക്കെ ചെറിയ ആർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ ചെറിയ കോഡ്സ് ഉണ്ടായിരിക്കും. അതൊക്കെ എനിക്ക് ആദ്യം ഇത്രയ്ക്ക് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോ ഓപ്പോസിറ്റ് ജെൻഡർ പറ്റില്ല അവർ നോക്കിയ, ഒരു മിനിറ്റ് കേട്ടോ, ഇത് കഴിഞ്ഞിട്ട് പറയാം. അപ്പോ നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ എഡിറ്റോറിയലോ ആർട്ടിക്കിൾസോ ഒക്കെ ചെറുതായിട്ടൊന്ന് വായിക്കും. ഇനിയിപ്പോ 100 വർഷങ്ങൾക്ക് മുന്നേ എന്ന് പറഞ്ഞിട്ട് ഒരു കോഡ്സ് വന്നിട്ടുണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും നല്ല വ്യക്തികൾ പറഞ്ഞ കോഡ്സ്, അല്ലെങ്കിൽ 100 വർഷങ്ങൾക്ക് മുന്നേ വന്നൊരു വാർത്ത പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെങ്കിലും മാക്സിമം വായിക്കാൻ ശ്രമിക്കുക കേട്ടോ. അതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീഡിങ് ഹാബിറ്റ്സ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. അങ്ങനെ റീഡിങ് ഹാബിറ്റ്സ് ഒക്കെ നമുക്ക് ഈ ഒരു പ്രോഗ്രാംസിലൂടെ നമ്മൾ ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്തെടുക്കും. അപ്പൊ അങ്ങനെ ഈ ഇതിൽ താല്പര്യമുള്ളവർ എന്തായാലും ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ഞാൻ ഒന്നും കൂടെ ഷെയർ ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കില്ല, മേ ബി ഒരു മിനിറ്റ് ഞാൻ ഒന്നും കൂടെ ഷെയർ ചെയ്യാം. പിന്നെ ആദ്യം ഇത്രക്ക് നോക്കുമ്പോ ഓപ്പോസിറ്റ് ജെൻഡറിനെ കാണുമ്പോ ഫേഷ്യൽ നോക്കിയാൽ ഫേഷ്യൽ എക്സ്പ്രഷൻ കൺട്രോൾ ആക്കാം, ചിരി വരും, നാണം. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ ശരിയാവും, സംസാരിച്ച് ശരിയാക്കേണ്ട കാര്യമാണ്. അതൊക്കെ സോഷ്യൽ ആങ്സൈറ്റിയിലേക്ക് വരുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഫേസ് ചെയ്യുക, ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോഴൊക്കെ ചില കാര്യങ്ങള് ഇതൊക്കെ കോമൺ ആണ് കേട്ടോ. നമ്മൾ ആ കോമണിൽ നിന്ന് ഓരോന്ന് ആലോചിച്ച് നെഗറ്റീവ് അടിക്കും. കോമൺ ആയിട്ടുള്ള എല്ലാവരും നമുക്ക് മൂഡ് സ്വിങ്സിന്റെ കാര്യത്തിൽ പെടുത്താൻ പറ്റില്ല. ചിലതൊക്കെ എന്താണ് നമുക്ക് ഇങ്ങനെ കോമൺ ആണ്, അത് നമ്മൾ ചെയ്ത് തന്നെ ശരിയാവണം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഇപ്പോ എന്താ പറയാ, ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ആൾക്കാരായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ ചെറിയ ചെറിയ തെറ്റൊക്കെ നമുക്ക് സംഭവിക്കാം. മീൻ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, അതല്ലെങ്കിൽ നാക്ക് കുരുങ്ങി പോവാ, ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. പിന്നെ നമുക്കത് ശരിയാവും. ഓക്കെ, അത് നമ്മൾ അങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഏജ്ഡ് ആവും തോറും നമുക്കത് ശരിയാവും. ഓക്കെ, ഓരോന്നും ആലോചിച്ച് നെഗറ്റീവ് ചിന്തിച്ച് സങ്കടപ്പെടുന്നു. അപ്പൊ അതിന് നമുക്ക് എന്താണെന്നറിയോ, നെഗറ്റീവ് ചിന്തിച്ച് സങ്കടപ്പെടാനുള്ള ടൈം ഉണ്ടായിട്ടാണ് ആക്ച്വലി. ഈ നമുക്ക് ഉണ്ടാവുന്ന ഇത്തരം ഈ ടൈമിനെ നമ്മൾ എന്ത് ചെയ്യുക, പ്രൊഡക്റ്റീവ് ആക്കാൻ ശ്രമിക്കുക. പ്രൊഡക്റ്റീവ് ആക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾക്ക് ഒരു ചെറിയൊരു ടൈമാണ് കിട്ടുന്നതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ മൈൻഡ്ഫുൾ ആയിട്ട് അത് ചെയ്യാൻ ശ്രമിക്കുക. ഡ്രോയിങ്ങോ അതല്ലെങ്കിൽ പെയിന്റിങ്ങോ ക്രാഫ്റ്റ് ചെയ്യേ, വായിക്കാനൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ബുക്സ് ഇപ്പോഴത്തെ ഇതിൽ അവൈലബിൾ ആണ് ഇപ്പോഴത്തെ കാലത്ത്. ഓക്കെ, അപ്പൊ ഒന്നുമില്ലെങ്കിൽ DC ബുക്സിന്റെ സൈറ്റിൽ കയറിയാൽ തന്നെ പുതിയ പുതിയ ബുക്സ്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറൽ ആയിട്ടുള്ള ഒരുപാട് നല്ല ബുക്സ് ഉണ്ടായിരിക്കും. അപ്പൊ അതില് നമ്മൾ 2-3 ബുക്സ് തന്നെ ഓൺലൈൻ ആയിട്ട് പർച്ചേസ് ചെയ്താലൊക്കെ നമുക്ക് മെമ്പർഷിപ്പ് കിട്ടും. അപ്പൊ പിന്നെ ന്യൂ എഡിഷൻസ് വരും. അപ്പൊ അതൊക്കെ വായിക്കാനൊക്കെ നമ്മൾ സമയം കണ്ടെത്തുക. അപ്പൊ നമുക്ക് ടൈം കിട്ടുമ്പോൾ എന്താണ്, നമ്മൾ കുറെ വായിക്കും തോറും എന്താണ്, കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ വായിച്ചവൻ വളരും, വായിച്ചവൻ വിളയും, വായിക്കാത്തവൻ വളയും എന്ന് പറഞ്ഞ പോലെ. അപ്പൊ വായിക്കും തോറും നമുക്ക് എന്താണ്, ഒരുപാട് നല്ല നല്ല വ്യക്തികളുടെ, ഒരുപാട് ലെജൻഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ എക്സ്പീരിയൻസ് ആണ് അവര് എഴുത്തിലൂടെ നമുക്ക് പകർന്നു തരുന്നത്. അപ്പൊ നമുക്കത് വായിക്കും തോറും നമുക്കും കുറെ കാര്യങ്ങൾ പഠിക്കാനും റിലേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്, നല്ല രീതിക്ക് കൊണ്ടുപോകാൻ കഴിയും. പിന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ കഴിയില്ല, അതൊരു വാസ്തവം തന്നെയാണ്. ഇങ്ങനെ നെഗറ്റീവ് വരുമ്പോൾ, മൈൻഡ് ഡിസ്ട്രാക്ഷൻ വരുന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ അതിനെ ഡീവിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ മരണോ, അതല്ലെങ്കിൽ അയാളുടെ ഡിപ്പാർച്ചറോ, എന്താ പറയാ, അയാളുടെ ലോസ്റ്റ്, അയാൾ എങ്ങനെയാണെങ്കിലും ഒന്നുമില്ല, മരിക്കണം എന്ന് തന്നെയല്ലോ, അവർ നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. ഓക്കെ, ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുക. അപ്പൊ അതും വിചാരിച്ച് നമ്മൾ ഇങ്ങനെ കുറെ ആലോചിച്ചുകൊണ്ട് ഇനി അവർ തിരിച്ചു വരാൻ പോണില്ല. നമുക്ക് ആലോചിക്കാതെ അത് പറിച്ചു കളയുക എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും പറ്റില്ല അല്ലെ. എന്താണ്, മറക്കാൻ ശ്രമിക്കും തോറും ഓർമ്മകൾ കൂടി വരികയാണെന്ന് പറയും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ വരുമ്പോ കുറച്ചു നേരം നമുക്കൊന്ന് ആ ഒരു മൈൻഡ് വരുമ്പോ നമുക്ക് ആ വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിന് റിലേറ്റ് ചെയ്ത് വരുമ്പോ പിന്നെ നമ്മൾ അതിനെ ഡീവിയേറ്റ് ചെയ്യണം. ഞാനിപ്പോ എന്താ ഇവിടെ ചെയ്യണേ, ചോറ് വറക്കാനുണ്ടല്ലോ, അപ്പൊ ചോറ് വറക്കുക. പിന്നെ കറി ഒന്നും ആയിട്ടില്ല, അപ്പൊ കറിയിലേക്ക് കോൺസെൻട്രേഷൻ. അങ്ങനെ മൈൻഡ്ഫുൾനെസ്സോട് കൂടി പ്രസന്റ്ലി എന്താണോ അതിലേക്ക് മൈൻഡ് ഡീവിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോ ഇനി ഡൗട്ട്സുകൾ എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും കൂടി പറഞ്ഞോളൂ കേട്ടോ. ഐ തിങ്ക് ഓൾമോസ്റ്റ് ഞാൻ എല്ലാം ആൻസർ ചെയ്തെന്ന് വിചാരിക്കുന്നു. പ്രോക്രാസ്റ്റിനേഷന്റെ ക്ലാസ്സസ് ഒക്കെ നമുക്ക് ഇനിയും വരുന്നുണ്ട്. 15 days പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അത് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോ താല്പര്യമുള്ളവര് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, കൈ കിട്ടുന്ന എല്ലാം എടുത്ത് വലിച്ചെറിയുന്ന കൺട്രോൾ പോകുമ്പോൾ ചിലപ്പോൾ, ഒരു മിനിറ്റ് കേട്ടോ,
മൂഡ്സ് ഇൻ സ്കൈ ആരും ഇല്ലാന്ന്. അങ്ങനെ എക്സ്ട്രീം ആയിട്ട് നമുക്ക് അത്തരം ചിന്തകൾ വരിക, അതല്ലെങ്കിൽ ഈ പറഞ്ഞ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു നോക്കുക. ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ സിമ്പിൾ മെത്തേഡാണ് ഇവിടെ ചെയ്തത്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്, അതായത് കാറ്റും വെളിച്ചം വരുന്ന ഒരു സ്ഥലത്ത് നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസിൽ ഇരിക്കുക. പിന്നെ മാക്സിമം നമ്മൾ കംഫർട്ടബിൾ ആയ പ്ലേസിൽ നല്ല ഫ്രാഗ്രൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇതെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് ഒരു മിനിറ്റ് കേട്ടോ. അപ്പൊ ഇതെല്ലാം ചെയ്തിട്ടും നമുക്ക് ഒരു ഇത് കിട്ടുന്നില്ല, പിന്നെയും പിന്നെയും ഈ നെഗറ്റീവ് തോട്ട്സിലോട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റിനെ സീക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. ഓക്കെ. അതല്ലാതെ തന്നെ ഈ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. പറ്റുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ, ആരെയും നിർബന്ധിക്കുന്നില്ല, 15 days പ്രോഗ്രാമിൽ നിങ്ങൾ മാക്സിമം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇതിനൊരു റിസൾട്ട് കിട്ടുന്നുള്ള കാര്യം 100% ഷുവർ ആണ് കേട്ടോ. പിന്നെന്താ പറഞ്ഞ, ഹസ്ബൻഡിന് ഫാമിലി നിൽക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. ബട്ട് അവിടെ മാറി താമസിക്കാനും പറ്റില്ല, കാരണം തറവാട് ഞങ്ങൾക്കാണ്. ഹസ്ബൻഡ് 4 മക്കളാണ്. ഹസ്ബൻഡാണ് ഏറ്റവും ഇളയത്. മെന്റലി ഇഷ്യൂസ് ചില സമയങ്ങളിൽ തോന്നാറുണ്ട്. മെന്റലി ഇഷ്യൂസും വരാറുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവാൻ നോക്കുക. അപ്പൊ തറവാടൊക്കെ ആയതുകൊണ്ട് തന്നെ കുറെ ആൾക്കാരുണ്ടായിരിക്കും. നമ്മള് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അതെല്ലാം ചെയ്തു വെച്ച് നമുക്കായിട്ടുള്ള സമയം നമ്മൾ കണ്ടെത്തുക. മാക്സിമം നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസിൽ ഇരുന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. പാട്ട് കേൾക്കുകയാണെങ്കിൽ പാട്ട് കേൾക്കുക, വായിക്കുകയാണെങ്കിൽ വായിക്കുക. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. സ്വയം നമ്മളെ ഇഷ്ടപ്പെടുക. ഓക്കെ. ക്ലാസ്സിൽ ഗ്രൂപ്പിൽ ഞാൻ നോക്കട്ടെ, ഞാൻ ഫസ്റ്റിലേ ഷെയർ ചെയ്തു. ഇപ്പൊ മെസ്സേജസ് വരുന്ന കാരണമായിരിക്കണം, മേ ബി. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഒന്നും കൂടെ നോക്കട്ടെ. ഇവിടെ ഉണ്ട് എന്തായാലും, ഞാൻ അയച്ചു തരാം. ഓക്കെ, ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഞാനിവിടെ ലിങ്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി മെസ്സേജ് അയക്കുമ്പോൾ ഇത് ഇനിയും മുകളിലോട്ട് പോകും. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിച്ചോളൂ, ഞാൻ ആൻസർ തരാം. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു 15 days പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഇനിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ബാക്കി വിവരങ്ങൾ കിട്ടും. ഓക്കെ. ഇനി അങ്ങനെ ലിങ്കിൽ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ അറിയിക്കൂ. അപ്പൊ ഞാൻ വാട്സാപ്പ് നമ്പർ തരാം. ഓക്കെ. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ ക്ലാസ്? ഓക്കെ. അപ്പൊ എല്ലാവരും ബേസിക് ആയിട്ട് പറഞ്ഞ ആക്ടിവിറ്റീസ് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. മെഡിറ്റേഷൻ ആണെങ്കിലും, ബ്രീത്തിങ് ആണെങ്കിലും, മിറർ വർക്ക് ആണെങ്കിലും, അതേപോലെ ജേർണലിംഗ് ആണെങ്കിലും, റീഡിങ് ഹാബിറ്റ്സ് ഉള്ളവരാണെങ്കിൽ കൂടുതലായിട്ട് റീഡിങ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ റൈറ്റിംഗ് ഹാബിറ്റ്സ് ഉള്ളവരാണെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ മാക്സിമം എഴുതാൻ ശ്രമിക്കുക. ചെറിയ കോഡ്സ് ആയിട്ടൊക്കെ എഴുതുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. നന്നായിട്ട് തന്നെ എപ്പോഴും എന്ത് ചെയ്യാൻ ശ്രമിക്കുക, പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. നെഗറ്റീവ്സ് വരും, പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും മൈൻഡ് നെഗറ്റീവ്സ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ മൈൻഡ് ഡിവിയേറ്റ് ചെയ്ത് പോസിറ്റിവിറ്റിയിലോട്ട് വരാൻ ശ്രമിക്കുക. അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ് ആണ്. വാട്സാപ്പ് ഗ്രൂപ്പ് ഇടാട്ടോ. ഓക്കെ. ഓക്കെ. എന്തായാലും ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്തപ്പോ എന്താണ് കാണുന്നത് സ്വപ്ന, അതിൽ പോയിട്ട് വാട്സാപ്പിൽ ക്ലിക്ക് ചെയ്തോളൂ. ഓക്കെ. അപ്പൊ അതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. ഓക്കെ. സോ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചോ അതല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കും കേട്ടോ. സോ ദിസ് ഈസ് ദ ടൈം 9:47. സോ നമ്മള് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. സോ താങ്ക് യു ഫോർ എവ്രി വൺ. ഓക്കെ. നമ്മളെ ക്ലാസ് ശ്രദ്ധിച്ചതിനും ഡൗട്ട്സ് ചോദിച്ചതിനും ഒരുപാടൊക്കെ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയുള്ള സെഷനിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ. ദെൻ this is the time for leaving. Okay. Thank you so much for tolerating me and hearing my class. Okay. Thank you dears.